السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, നമസ്കാരം ഒരു സമഗ്ര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി വെള്ളത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങളും നമുക്ക് വുളൂ ചെയ്യുവാനും ജനാബത്തിൽ നിന്ന് കുളിക്കുവാനുമെല്ലാം യോഗ്യമായ വെള്ളം ഏതാണ് എന്നും അതിനുശേഷം വുളൂവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഷർത്തുകൾ, റുക്നുകൾ, സുന്നത്തുകൾ, നവാക്കിലുകൾ, ഫളായിലുകൾ അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് ഇനാവുമായി ബന്ധപ്പെട്ട പാത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ഖലാഉൽ ഹാജ, മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട ആദാബുകൾ മനസ്സിലാക്കി. പിന്നീട് തയമ്മും നമ്മൾ ചർച്ച ചെയ്തു. അവസാനം മസ്ഹുൽ ഖുഫ, ഖുഫയിൽ തടവുന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഖുഫയിൽ തടവാം എന്നതിൻ്റെ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കി. അതാർക്കെല്ലാം തടവാം, അതിൻ്റെ സമയപരിധി എത്രയാണ്, അതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാമാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അതിലേക്ക് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നവാഖിലു മസ്ഹിൽ ഖുഫൈൻ എന്ന ഒരു ഭാഗം കൂടിയാണ്. അഥവാ ഖുഫയിൽ തടവുന്നത് മുറിഞ്ഞു പോകുന്ന, അതിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത്. ഇപ്പോൾ ഖുഫയിൽ തടവുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, എൻ്റെ ഓർമ്മ, സോക്സിലേക്ക് തടവിൽ, സോക്സ് ആണെങ്കിലും നമ്മൾക്കത് അനുവദനീയമാണ്. പക്ഷേ അതിന് നമ്മൾ പറഞ്ഞ ഷർത്തുകളെല്ലാം പാലിക്കപ്പെട്ടിരിക്കണം. ശുദ്ധിയുള്ളതായിരിക്കണം, അതുപോലെ സമയപരിധിയിൽ ഒതുങ്ങിയിരിക്കണം, അതുപോലെ അത് ധരിക്കുന്നതിന് മുമ്പേ ശുദ്ധി വരുത്തണം. ധരിച്ചു കഴിഞ്ഞാൽ വുളൂയിൻ്റെ കാലിൽ ഏതെല്ലാം ഭാഗം വരെ തടവണം അല്ലെങ്കിൽ കഴുകണം, ആ ഭാഗം വരെ മുഴുവൻ മറഞ്ഞതായിരിക്കണം. പിന്നെ അല്പം കട്ടിയുള്ള, വളരെ നേരിയ സോക്സ് ആവാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിലേക്ക് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ നവാക്കിലുകളാണ്. അത് എപ്പോഴാണ് ഖുഫയിൽ തടവൽ ഇത് മുറിഞ്ഞു പോവുക? ഇതിലൊന്നാമത്തത് ഇദാ ഹസ്സല മാ യൂജിബുൽ ഗുസ്ൽ, കുളി നിർബന്ധമാകുന്ന അവസ്ഥയുണ്ടായാൽ ഖുഫയിൽ തടവുക എന്നത് മുറിഞ്ഞു പോകും. ഇപ്പോൾ ജനാബത്തുകാരനായി അല്ലെങ്കിൽ ഹൈലുകാരിയായി, നിഫാസുകാരിയായി, ആ രൂപത്തിൽ കുളി നിർബന്ധമാകുന്ന കാര്യമുണ്ടായാൽ ഖുഫയിൽ തടവുക എന്നത് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് അഴിച്ചു വെച്ച് കുളി നിർബന്ധമാണ്. രണ്ടാമത് ഇൻഖിലാഉ മുദ്ദത്തിൽ മസഹ്, തടവാനുള്ള സമയം അവസാനിക്കുക. യാത്രക്കാരന് 3 രാത്രിയും 3 പകലുമാണ്. നാട്ടിലുള്ള ആൾക്കാണെങ്കിൽ 1 രാത്രിയും 1 പകലുമാണ്. അപ്പം അതിൻ്റെ സമയം എപ്പോൾ ആരംഭിക്കുക, എപ്പോൾ അവസാനിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ സമയം കഴിയുന്നത് വരെയാണ് തടവാനുള്ള അനുവാദമുള്ളത്. മൂന്നാമത്തത് നസ്ഉൽ ഖുഫൈൻ, ഖുഫകൾ അഴിക്കുക. ഒരാൾ വുളു എടുത്തു, എന്നിട്ട് ഖുഫ ധരിച്ചു, പിന്നീട് ആ ഖുഫ അഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖുഫയിൽ തടവാനുള്ള ഇളവ് നഷ്ടപ്പെട്ടു. പിന്നെ അയാൾ എന്ത് ചെയ്യണം? ശുദ്ധിയുള്ളവനായിക്കൊണ്ട്, ശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ശുദ്ധി എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം മുതൽ ഖുഫ ധരിക്കണം. അപ്പോൾ ഖുഫ ഊരുക എന്നുള്ളത് അത് നഷ്ടപ്പെടാനുള്ള ഒന്നാണ്. ഇത്രയുമാണ് അതിൻ്റെ മസ്അലവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് ഒരു കാര്യം കൂടി, ചെരുപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഷൂസിൻ്റെ മുകളിൽ അത് തടവാൻ പറ്റുമോ എന്നുള്ള മസ്അലയാണ്. അപ്പോൾ ചെരുപ്പിൻ്റെ മുകളിൽ എന്തായാലും തടവാൻ പറ്റൂല. കാരണം എന്താ? ചെരുപ്പ് ശുദ്ധിയുള്ളതാണ്, ശുദ്ധിയോടുകൂടി ധരിച്ചതൊക്കെ ശരിയാണ്. പക്ഷേ വുളൂയിൻ്റെ ഭാഗങ്ങൾ മറയൂല. ഇപ്പം ഞെരിയാണി വരെ മറയൂലല്ലോ, അതുകൊണ്ട് തടവാൻ പാടില്ല. എന്നാൽ ഷൂസ് ആണെങ്കിൽ ഞെരിയാണി വരെ, അഥവാ വുളൂയിൻ്റെ അവയവങ്ങൾ, കാലിൽ വുളൂയിൻ്റെ അവയവം മുഴുവൻ മറയുന്ന രൂപത്തിലാണ് ഷൂസ് എങ്കിൽ
നമുക്ക് തടവാവുന്നതാണ്. അതിൽ 3 രൂപമുണ്ട്. ഒന്നെങ്കിൽ സോക്സ് ധരിച്ച് പിന്നെ ഷൂസ് ധരിക്കുക, അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യാം, നമ്മൾക്ക് ഷൂസ് അഴിച്ച് വെച്ച് സോക്സിൻ്റെ മുകളിലൂടെ തടവുക, എന്നിട്ട് ഷൂസ് ധരിക്കുക. അല്ലെങ്കിൽ ഷൂസിൻ്റെ മുകളിലൂടെ തന്നെ തടവുക. പക്ഷേ ഷൂസ് എന്തായിരിക്കണം, ആ കാലിൻ്റെ വുളു എടുക്കുന്ന ഭാഗം മുഴുവൻ മറിഞ്ഞതായിരിക്കണം. അതും നജസ് ഉണ്ടാവാൻ പാടില്ല, ശുദ്ധിയോടുകൂടിയായിരിക്കണം ധരിച്ചിരിക്കണം. എന്നീ മസലകൾ, എന്നീ നിബന്ധനകളെല്ലാം പാലിച്ചു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഷൂസിൻ്റെ മുകളിൽ തടവാവുന്നതാണ്. ശരി, ഇനി അടുത്തൊരു മസ്അലത്തുൽ ജബീറ. ജബീറ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുക. ഇപ്പം നമ്മൾ കൈ പൊട്ടി അല്ലെങ്കിൽ കൈമ്മ മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ ബാൻഡേജ് കിട്ടും, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടും. അതിനൊക്കെ പാടെ പറയുന്നതാണ് ജബീറ, പ്ലാസ്റ്റർ, ബാൻഡേജ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ. അതിൽ തടവുന്ന വിഷയം എങ്ങനെയാണ്? അപ്പം അതിൽ 4 വ്യത്യസ്ത രൂപങ്ങളായിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. ഒന്നാമത്തത്, ഒരാളെ കയ്യിൽ മുറിയായി അല്ലെങ്കിൽ കാലിൽ ഉളുവിൻ്റെ ഒരു ഭാഗത്ത് മുറിയായിട്ട് ബാൻഡേജോ പ്ലാസ്റ്ററോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതിങ്ങനെ തുറന്നിട്ട അവസ്ഥയിലാണ്. അത് കഴുകുന്നത് കൊണ്ടും പ്രശ്നമില്ല, കഴുകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാനില്ല എങ്കിൽ അയാൾ ആ ഭാഗം കഴുകൽ നിർബന്ധമാണ്. ഉളുവിൻ്റെ അവയവം കഴുകൽ നിർബന്ധമാണ്. രണ്ടാമത്തൊന്ന്, കഴുകാൻ പറ്റൂല. വെള്ളം ധാരാളം തട്ടിക്കഴിഞ്ഞാൽ മുറി പഴുക്കും, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ ചെറിയ രൂപത്തിൽ തടവ, അതുകൊണ്ട് പ്രശ്നമല്ല. അപ്പം അയാൾ എന്ത് ചെയ്യണം, ആ ഭാഗം തടവിയാൽ മതി, മുറിയുടെ ഭാഗം അയാൾ തടവിയാൽ മതി. മൂന്നാമത്തെ ഒന്ന്, അയാൾക്ക് വെള്ളം കഴുകാനും പറ്റൂല, വെള്ളം കൊണ്ട് തടവാനും പറ്റൂല. എന്നാൽ പ്ലാസ്റ്ററും ഇട്ടിട്ടില്ല, ബാൻഡേജോ പ്ലാസ്റ്ററോ ഒന്നും ഇട്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് തുറന്നിട്ട് കാറ്റ് തട്ടിയിട്ട് എന്ത് ചെയ്യണം, മുറി ഉണങ്ങണം. എന്നാൽ കഴുകാൻ പറ്റുമോ? ഇല്ല. ചെറിയ വെള്ളം കൊണ്ട് തടവാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ഉളൂഇന്റെ കഴുകേണ്ട അവയവങ്ങൾ മുഴുവൻ കഴുകുക. ഏത് അവയവത്തിനാണോ ബുദ്ധിമുട്ട് ആ അവയവം ഒഴിവാക്കുക. അവസാനം ആ അവയവത്തിന് വേണ്ടി തയമ്മും ചെയ്യാം. ഉദാഹരണം, ഇടത്തെ കയ്യിൽ മുറിയായി, കൈ തുറന്നിട്ടേക്കാണ്, കഴുകാനും പറ്റില്ല, തടവാനും പറ്റില്ല. നമ്മൾ വുളു ആരംഭിച്ചു. ആദ്യം കൈപ്പത്തികൾ കഴുകി, വായ വെള്ളം കൊപ്പിച്ചു, മൂക്കിൽ വെള്ളം കെട്ടി ചീറ്റി, മുഖം കഴുകി, വലത്തെ കൈ കഴുകി, ഇടത്തെ കൈ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അത് ഒഴിവാക്കുക. എന്നിട്ട് തല തടവുക, ചെവി തടവുക, കാല് കഴുകുക. ഇതിന് ശേഷം ഇടത്തെ കൈയിന് വേണ്ടി തയമ്മും ചെയ്യാം. അതാണ് അതിൽ നമ്മൾ നിർവഹിക്കേണ്ട ശരിയായ രൂപം. അല്ലാഹു അഅലം. ഇനി നാലാമത്തെ ഒന്ന്, ഒരാളെ കയ്യിൽ മുറിയിൽ കൈ പൊട്ടി ബാൻഡേജ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് അവയവത്തിൽ എത്ര ഭാഗത്തിനാണോ പ്ലാസ്റ്റർ ആവശ്യം അത്ര മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമേ കയ്യിൻ്റെ അരഭാഗം മാത്രമേ പ്ലാസ്റ്റർ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ അത് മുട്ടുവരെ കയറ്റിടാൻ പറ്റുമോ? ഇല്ല. അത് ഡോക്ടറോട് എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം സൂചിപ്പിക്കണം. അത് നമുക്ക് എത്രയാണ് ആവശ്യം അത്ര മാത്രമേ പ്ലാസ്റ്റർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു അരഭാഗം പ്ലാസ്റ്റർ ഇട്ടു കരുതുക, അല്ലെങ്കിൽ അരഭാഗം ബാൻഡേജ് ഉണ്ട്. അപ്പോൾ കൈ കഴുകുമ്പോൾ എന്ത് ചെയ്യണം? പ്ലാസ്റ്റർ ഇല്ലാത്ത അല്ലെങ്കിൽ ബാൻഡേജ് ഇല്ലാത്ത ഭാഗം കഴുകണം. അവിടേക്ക് വെള്ളം നേരെ കഴുകിയിട്ട് ബാൻഡേജിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ പ്ലാസ്റ്ററിൻ്റെ മുകളിലൂടെ തടവിയാൽ മതിയാകുന്നതാണ്. ഇനി കൈ മുഴുവൻ അല്ലെങ്കിൽ കാല് മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബാൻഡേജ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലൂടെ ഒന്ന് തടവിയാൽ മതി. അപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുകളിലൂടെ ഒന്ന് തടവിയാൽ മതി. പക്ഷേ തടവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹുഫയിൽ തടവിയത് എങ്ങനെയാണ്? നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ അങ്ങനെ ഒരു തവണ തടവ് ചെയ്ത്. പക്ഷേ ബാൻഡേജിലും പ്ലാസ്റ്ററിലും അത് മുഴുവനായിട്ട് തടവണം. അപ്പോൾ കയ്യിൽ മുഴുവൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തടവണം? പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ആദ്യം മുതൽ അവസാന ഭാഗം വരെ പൂർണ്ണമായിട്ട് നമ്മൾ തടവണം. അപ്പോൾ ഒരാൾ ബാൻഡേജ് ഇട്ടത് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടത് വുളു എടുക്കുന്നതിൻ്റെ മുമ്പേ ആണെങ്കിലോ, ഹുഫ ധരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ശുദ്ധിയോടുകൂടി ധരിച്ചാലേ തടവാൻ പറ്റുള്ളൂ. ഒരാൾ പ്ലാസ്റ്റർ ഇടുന്നതിന് മുമ്പേ അയാൾ ശുദ്ധി വരുത്തിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് തടവാൻ പറ്റുമോ? അയാൾക്ക് തടവാൻ പറ്റും. കാരണം പ്ലാസ്റ്റർ ഇടാൻ പോകുന്ന സമയത്ത് ഞാൻ ഒന്ന് ഉള്ളെടുത്ത് വരട്ടെ എന്ന് പറയാൻ നിൽക്കുമോ? ഇല്ല. അപ്പോൾ ഇസ്ലാം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് അങ്ങനെ ശുദ്ധി വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹുഫയെ പോലെ തന്നെ സമയപരിധി ഇല്ല. എത്ര കാലം നമ്മൾ പ്ലാസ്റ്റർ ഇടുന്നുണ്ടോ അത്രയും കാലം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മുകളിലൂടെ തടവാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവയവത്തിൽ കുറച്ച് ഭാഗം മാത്രമേ പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ളൂ എങ്കിൽ അത് മാത്രം തടവിയാൽ പോരാ, ബാക്കിയുള്ള ഭാഗം വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം? കഴുകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് നമുക്ക് മസ്അലത്തുൽ ജബീറ, പ്ലാസ്റ്റർ, ബാൻഡേജ്, അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ഏരിയ അൻ-നജാസ, നജസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്താണ് നജസ് എന്ന് പറഞ്ഞാൽ?
മ്ലേച്ഛമായത്, മോശമായത് എന്നൊക്കെയാണ് നജസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മീൻ കഴുകിയ വെള്ളം അത് നജസാണോ? അത് മോശമായ ഒന്നല്ലേ? പക്ഷെ അത് നജസല്ല. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു, നല്ല പാടത്ത് കളച്ച് നല്ല ചളിയും വേർപ്പൊക്കെ ആയിട്ട് നേരെ വന്ന് നിസ്കരിച്ചു ആ ഡ്രസ്സിൽ, പറ്റുമോ? പറ്റും. അപ്പൊ ചളി, വയർപ്പ്, മീൻവെള്ളം ഇതൊന്നും എന്തല്ല? നജസല്ല. അപ്പൊ നജസ് എന്ന് പറഞ്ഞാൽ കേവലം മ്ലേച്ഛമായത്, മോശമായത് എന്ന് പറയാൻ പറ്റൂല. നജസിന് കൊടുക്കുന്ന നിർവചനം ഐനുൻ മുസ്തഖ്ദറത്തുൻ ശർഅൻ, മതം മോശമായി കാണുന്നത്. ശർഅ് മ്ലേച്ഛമായി അല്ലെങ്കിൽ മോശമായി കാണുന്ന വസ്തുക്കൾക്കാണ് നജസ് എന്ന് പറയുക. അപ്പൊ അത് ഏതൊക്കെയാണ്? അത് പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നജസുകളുടെ ഇനത്തിൽപ്പെട്ട ഒന്നാമത്തത് ബൗലുൻ വഗായിത്തുൻ, മലവും മൂത്രവും. ഇനി നമ്മൾ നമസ്കാരത്തിന്റെ രൂപത്തിലേക്ക് എത്തുമ്പോൾ നമ്മളവിടെ നമസ്കാരത്തിന്റെ ഷർത്തുകൾ പഠിക്കും. അപ്പോൾ നമ്മൾ പറയും ഇസാലത്തുൻ നജാസ, നജസിൽ നിന്ന് നീക്കം ചെയ്യണം, നജസുകൾ നീക്കം ചെയ്യണം, നജസിൽ നിന്ന് ശുദ്ധിയാവണം എന്ന് നമ്മൾ പറയും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യൂല, നജസുകൾ ഏതൊക്കെയെന്ന് വിശദീകരിക്കൂല. ഇത് നമ്മളിപ്പോൾ ഇവിടെ വിശദീകരിക്കുകയാണ്. ശരി, ഒന്നാമത്തത് ബൗലുൻ വഗായിത്തുൻ, മൂത്രവും മലവും. അപ്പം മലമൂത്രം അതെന്താണ്? ആ വിസർജ്യം നജസാണ്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഒരു അറാബി വന്നു. അന്ന അറാബിയൻ ബാല ഫിൽ മസ്ജിദ്, പള്ളിയിൽ മൂത്രമൊഴിച്ചു. അപ്പോൾ അവർ സംസ്കാരവും അറിവൊക്കെ കുറഞ്ഞവരാണ്, അറിയാതെ എന്ത് ചെയ്തു, അയാൾ പള്ളിയിലേക്ക് കയറി വന്ന് മൂത്രമൊഴിച്ചു. അപ്പോൾ ആളുകളെല്ലാം ഒച്ചമുളി ഉണ്ടാക്കാൻ തുടങ്ങി, എന്തായി കാട്ടുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഉഹു, നിങ്ങൾ അയാളെ വിട്ടേക്ക്, കാരണം അയാളത് തുടങ്ങിയില്ലേ, അതിന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഫഅഹ്രീഖു അലാ ബൗലിഹി ദനൂബൻ മിൻ മാഇൻ, അത് കഴിഞ്ഞതിന് ശേഷം റസൂൽ പറഞ്ഞു അതിൻ്റെ മുകളിലൂടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് നജസായതുകൊണ്ടല്ലേ. മറ്റൊരു ഹദീസിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ് കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹായിത്തിൻ മിൻ ഹീത്വാനി മദീന ഔ മക്ക, റസൂൽ മദീനയിലെ അല്ലെങ്കിൽ മക്കയിലെ ഒരു തോട്ടത്തിലൂടെ, ഒരു മതിലിനരികിലൂടെ, തോട്ടത്തിനരികിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയപ്പോൾ ഫസമിഅ സൗത ഇൻസാനൈനി യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമ, രണ്ടാളുകൾ അവരുടെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നമ്മൾ കേട്ട ഹദീസേകരം. അപ്പോൾ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീർ, ഇവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കണ പോലെ, നിങ്ങൾ കണക്കാക്കുന്ന വലിയ തെറ്റുകളൊന്നല്ല അവർ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ആള് വകാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി, അവനെന്താണ്, തൻ്റെ മൂത്രത്തിൽ നിന്ന് മറ സ്വീകരിക്കുമായിരുന്നില്ല. അപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ അത് ദേഹത്തേക്ക് തെറിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ശുദ്ധിയാകുന്ന രൂപത്തിൽ അവൻ മറ സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മളും ബാത്റൂമിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തട്ടിത്തെറിക്കും. ആ രൂപത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം അത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ മൂത്രം നജസാണ്. ആ നജസ് വൃത്തിയാക്കാതെ അയാൾ അങ്ങനെ നടന്നതുകൊണ്ട് ഖബറിൽ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ നജസാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലത്തിനെ കുറിച്ച് പറയാണ്, ഇദാ വത്തി അഹദുകും ബിനി അലൈഹി അൽ അദാ, ചെരുപ്പ് കൊണ്ട് മലത്തിൽ മ്ലേച്ഛമായതിൽ ഒരാൾ ചവിട്ടിയാൽ ഫഇന്ന തുറാബ ലഹു തുഹൂർ, അതിനുള്ള ശുദ്ധീകരണം മണ്ണാണ്. അപ്പോൾ മണ്ണ് കൂടെ നടക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ശുദ്ധിയാകുന്നാണ് പറയുന്നത്. അപ്പോൾ മലം നജസാണ് എന്നതൊന്ന് മനസ്സിലാക്കാം. മലവും മൂത്രവും നജസാണ്. ഇനി ഇതിൽ ഇളവുള്ള ഒന്നുണ്ട്, മൂത്രത്തിൽ നജസിൽ ഇളവുള്ള ഒന്നുണ്ട്. അതെന്താണ്? കുട്ടികളുടെ മൂത്രമാണ്. എങ്ങനത്തെ കുട്ടികൾ? ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ. ഏത് കുട്ടി? ആൺകുട്ടി. അപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൺകുട്ടിയുടെ മൂത്രം നജസിലെ ഇളവുണ്ട്. ഉമ്മു ഖൈസ് ബിൻത്ത് മെഹ്സൻ റളിയല്ലാഹു അൻഹ പറയാണ്, അന്നഹ അത്തത് ബിബ്നി ലഹാ സ്വഗീരിൻ, അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ലം യഅ്കുലി ത്വആം, ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടില്ലാത്ത മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടിയുമായിട്ട് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുത്തേക്ക് വന്നു. ഫഅജ്ലസഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്രിഹി, അപ്പോൾ റസൂൽ കുട്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്തു, മടിയിൽ വെച്ചു. ഫബാല അലാ സൗബിഹി, കുട്ടി മടിയിലൂടെ മൂത്രമൊഴിച്ചു. അപ്പോൾ റസൂലിന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഫനലഹു വലം യഗ്സിൽഹു, റസൂൽ കഴുകിയില്ല. നലഹ എന്ന് പറഞ്ഞാൽ കുടയ. അപ്പോൾ റസൂൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെറുതെ കുടഞ്ഞതേയുള്ളൂ. അപ്പം ഇന്നെന്താ മനസ്സിലാവണ്? ചെറിയ ആൺകുട്ടിയാണെങ്കിൽ, ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടില്ലാത്തതാണെങ്കിൽ അവരുടെ മൂത്രം നമുക്ക് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല, വെള്ളമെടുത്ത് വെറുതെ കുടഞ്ഞാൽ മതിയാകുന്നതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞു, യുൻലഹു ബൗലുൽ ഗുലാം വയുഗ്സലു ബൗലുൽ ജാരിയ, പെൺകുട്ടിയുടെ മൂത്രത്തിൽ നിന്ന്
കഴുകി വൃത്തിയാക്കണം. ആൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ യുൻലഹു, അത് വെള്ളമെടുത്ത് കുടഞ്ഞാൽ മതി. അപ്പോൾ ചെറിയ നജസുള്ളൂ, അത് വെള്ളമെടുത്ത് കുടഞ്ഞാൽ അത് പോകുന്നതാണ് എന്ന രൂപത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ ഷർഹുകളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടേക്ക് പോകണില്ല. ശരി, അപ്പോൾ ബൗലുൻ വഗായിത്തുൻ അത് രണ്ടും നജസാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധിയാക്കണം. രണ്ടാമത്തത് ബൗലുൻ വഗായിത്തുൻ ലിഗൈരി മഅ്കൂലിൽ ലഹം. ഇത് നമ്മൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. മഅ്കൂലുൽ ലഹം എന്ന് പറഞ്ഞാൽ മാംസം തിന്നപ്പെടുന്ന ജീവികൾ, പശു, ആട്, പോത്ത്, നമ്മൾ മാംസം തിന്നുന്ന ജീവികൾക്കാണ് മഅ്കൂലുൽ ലഹം എന്ന് പറയാം. ഗൈറു മഅ്കൂലുൽ ലഹം എന്ന് പറഞ്ഞാൽ മാംസം തിന്നാത്തത്, പുലി, സിംഹം, കടുവ പോലത്തെ മാംസം നമ്മൾ തിന്നാൻ ഉപയോഗിക്കാത്ത ജീവികൾ. അങ്ങനെ മാംസം തിന്നാൻ ഉപയോഗിക്കാത്ത ജീവികളുടെ മലവും മൂത്രവും. അപ്പം നമ്മൾ മാംസം തിന്നപ്പെടുന്ന ജീവികൾ, ആട്, പശു, പോത്ത്, ഒട്ടകം, അവയുടെയൊക്കെ മലവും മൂത്രവും നജിസല്ല. എന്നാൽ മാംസം തിന്നപ്പെടാത്ത മഅ്കൂലുൽ ലഹം അല്ലാത്ത ജീവികൾ, അവയുടെ മലവും മൂത്രവും നജസാണ് താനും. അപ്പോൾ മഅ്കൂലുൽ ലഹമിൻ്റെ ഭക്ഷണം തിന്നപ്പെടുന്ന, മാംസം തിന്നപ്പെടുന്ന ജീവികൾ, അതിൻ്റെ മലവും മൂത്രവും എന്തല്ല? നജസല്ല. എന്താണ് അതിൻ്റെ തെളിവ്? ഇൻഷാ അല്ലാഹ് തെളിവിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അവിടെ വിശദീകരിക്കാം. അതിൻ്റെ മുമ്പേ നമുക്ക് ഒരു കാര്യം കിട്ടണം. അപ്പോൾ തിന്നപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്, തിന്നാൻ പറ്റാത്തത് ഏതൊക്കെയാണ്, ഇതാദ്യം നമുക്ക് കിട്ടണം. എന്നിട്ട് അതിൻ്റെ മലവും മൂത്രവും വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഗൈറു മഅ്കൂലിൽ ലഹം, മാംസം തിന്നപ്പെടാത്ത ജീവികൾ അതേതൊക്കെയാണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെ ഒന്നാമത്തത് തേറ്റ കൊണ്ട് ഇരപിടിക്കുന്ന ജീവികളും ഭ്രംഷ്ടം കൊണ്ട് ഇരപിടിക്കുന്ന പക്ഷികളും. തേറ്റ മനസ്സിലായല്ലോ, നമ്മൾ സിംഹത്തിനൊക്കെ ഉണ്ടാവണ പല്ലില്ലേ, അതാണ് തേറ്റ. കടുവക്കൊക്കെ ഇര പിടിക്കാണ്ടാവണ രണ്ട് നമ്മൾ പ്രേതപ്പല്ല് എന്നൊക്കെ അതിന് പറയും, ആ പല്ലുകൾ തേറ്റ. അതുകൊണ്ട് വേട്ടയാടുന്ന ജീവികളും, അതേപോലെ പരുന്തിനൊക്കെ കണ്ടിട്ടില്ലേ ഒരു നഖം, അതിനാ ഭ്രംഷ്ടം എന്ന് പറയാം. ഈ ഭ്രംഷ്ടം കൊണ്ട് ഇര പിടിക്കുന്ന പക്ഷികളും, ഇത് രണ്ടും ഇതുള്ളതെല്ലാം എന്താണ്? മഅ്കൂലുൽ ലഹമല്ല, തിന്നാൻ പറ്റാത്ത ജീവികളാണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്, അൻ അക്ലി കുല്ലി ദീ നാബിൻ മിനത് ത്വയ്രി വ അൻ കുല്ലി ദീ മിഖ്ലബിൻ, അൻ അക്ലി കുല്ലി ദീ നാബിൻ മിനസ് സിബാഇ വ അൻ കുല്ലി ദീ മിഖ്ലബിൻ മിനത് ത്വയ്രി. അഥവാ തേറ്റയുള്ള എല്ലാ ജീവികളെയും തിന്നുന്നത് റസൂൽ വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭ്രംഷ്ടമുള്ള എല്ലാ പക്ഷികളെയും തിന്നുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാംസം റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിരോധിച്ചിട്ടുണ്ട്. നെഹ എന്ന് പറഞ്ഞാൽ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ തിന്നാൻ പറ്റൂല. അപ്പോൾ അതിൽ പെടുന്ന, ഇപ്പോൾ തേറ്റല് പറഞ്ഞാൽ സിംഹം, കടുവ, പുലി, അതൊക്കെ അതിൽ പെടുന്ന, ചെന്നായ. അതേപോലെ ഭ്രംഷ്ടമുള്ള പക്ഷികൾ എന്ന് പറഞ്ഞാൽ പരുന്ത്, അതേപോലെ ഗരുഡൻ, മൂങ്ങ, ഇതൊക്കെ അതിൽ പെടുന്ന പക്ഷികളാണ്. കാക്ക ഭ്രംശം കൊണ്ട് ഇരപിടിക്കുന്ന ജീവിയാണോ? ആണെങ്കിൽ എന്താണ്? അത് ഗൈറു മഅ്കൂലുൽ ലഹ്മാണ്. ആണെങ്കിൽ അത് ഗൈറു മഅ്കൂലുൽ ലഹ്മാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒന്നാമത്തെ കാറ്റഗറി, ഭ്രംഷ്ടം കൊണ്ട് ഇരപിടിക്കുന്ന പക്ഷികളും തേറ്റ കൊണ്ട് വേട്ടയാടുന്ന ജീവികളും. രണ്ടാമത്തെ ഒന്ന് നാട്ടുകഴുത. കാട്ടുകഴുതല്ല, നാട്ടിൽ നമ്മൾ കാണപ്പെടുന്ന നാട്ടുകഴുതുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് ഹദീസിൽ റസൂൽ പറഞ്ഞു ജല്ലാല. ജല്ലാല എന്ന് പറഞ്ഞാൽ നജസ് തിന്ന് വളരുന്ന ജീവികൾ. നജസ് തിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വളരുന്നത്. അങ്ങനത്തെ ജീവികൾ തിന്നാൻ പാടില്ല. ഗൈറു മഅ്കൂലുൽ ലഹം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖൈബർ യുദ്ധത്തിൻ്റെ ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു അൻ ലുഹൂമിൽ ഹുമുരിൽ അഹ്ലിയ, നാട്ടുകഴുതയുടെ മാംസവും വ അനിൽ ജല്ലാല, ജല്ലാലത്തിൻ്റെ മാംസവും റസൂൽ വിരോധിച്ചു. അൻ റുക്കൂബിഹ, അതിൻ്റെ മുകളിൽ യാത്ര ചെയ്യുന്നതും വിരോധിച്ചു. അൻ അക്ലി ലഹ്മിഹ, അതിൻ്റെ മാംസം തിന്നുന്നതും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. എന്താണ് ജല്ലാല? നജസ് തിന്ന് വളരുന്നത്. അപ്പം നജസായ വസ്തുക്കൾ ഉണ്ടാവില്ല, മലം, മൂത്രം, ഇതൊക്കെ തിന്നിട്ട് ഒരു ജീവി വളരുകയാണെങ്കിൽ, അത് ആടാണെങ്കിലും പോത്താണെങ്കിലും കോഴിയാണെങ്കിലും അത് നമുക്ക് തിന്നൽ അനുവദനീയമല്ല. നബവി റഹ്മഹുല്ല ജല്ലാലെ വിശദീകരിക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, അത് പശുവായിക്കൊള്ളട്ടെ, ദജാജത്തായിക്കൊള്ളട്ടെ, കോഴിയായിക്കൊള്ളട്ടെ, ബഈർ ഒട്ടകമായിക്കൊള്ളട്ടെ, ഷാത്ത് ആടായിക്കൊള്ളട്ടെ, അത് ജല്ലാലയാണെങ്കിൽ, നജസ് മാത്രം തിന്നുങ്ങണ വളരുന്ന ജീവിയാണ് എങ്കിൽ അത് തിന്നൽ അനുവദനീയമല്ല, അതിൻ്റെ മാംസം തിന്നൽ അനുവദനീയമല്ല. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? തേറ്റ കൊണ്ട് വേട്ടയാടുന്ന ജീവി,
ഭ്രംഷ്ടം കൊണ്ട് ഇരപിടിക്കുന്ന പക്ഷി, നാട്ടുകഴുത. അപ്പൊ കാട്ടുകഴുത അത് തിന്നാൻ പറ്റുന്നതാണ്, നാട്ടുകഴുത. അതേപോലെ നാലാമത്തത് ജല്ലാല, നജസ് നിന്ന് വളരുന്ന ജീവികൾ. അതൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, ഒന്നാമത്തെ കുല്ലു ദീനാബിൻ മിനസ് സിബാഇ, അത് നമ്മൾ പറഞ്ഞു, തേറ്റ കൊണ്ട് വേട്ടയാടുന്ന വന്യജീവികൾ. കുല്ലുദീ മിഖ്ലബിൻ മിനത്വൈരി, പക്ഷികളിൽ നിന്ന് ഭ്രംഷ്ടം കൊണ്ട് ഇര പിടിക്കുന്നത്. ലഹ്മുൽ ഹിമാരിൽ അഹ്ലിയ, നാട്ടുകഴുത. ജല്ലാല, നജസ് എന്ന് വളരുന്നത്. ലഹ്മുൽ ഖിൻസീർ, അഞ്ചാമത്തെ പന്നി മാംസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുർരിമത് അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തിന്നാൻ പാടുള്ളത് നജസാണ്. കെൽബുൻ, അടുത്തത് നായയാണ്. നായയുടെ മാംസവും തിന്നൽ അനുവദനീയമല്ല. നായ നജസാണ് താനും. നായയും പന്നി എന്താണ്? നജസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ വല തുഹൂറു ഇനാഇ അഹദിക്കും ഇദാ വലഗ ഫീഹിൽ കൽബു, നായ ഒരു പാത്രത്തിലേക്ക് തലയിട്ടാൽ അതിന്റെ ശുദ്ധീകരണം അയ്യഗ്സിലഹു സബ്അ മർറാത്തിൻ, 7 തവണ കഴുകലാണ്. ഊലാഹുന്ന ബിത്തുറാബ്, ഒന്നാമത്തത് മണ്ണുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഉഖ്റാഹുന്ന ബിത്തുറാബ്, അവസാനത്തത് മണ്ണുകൊണ്ടാക്കാം. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതെന്താണ്? നജസാണ്. അതുകൊണ്ട് അതിൻ്റെ മാംസം കഴിക്കാൻ പാടില്ല. ഇവിടെ നായയുമായി ബന്ധപ്പെട്ട് നജസിൻ്റെ ചർച്ച ആയതുകൊണ്ട് നമുക്ക് ഒരു വിഷയം കൂടി ചർച്ച ചെയ്യാണ്ട്. നായയുടെ, നമ്മളൊരാൾ നായനെ തൊട്ടു, അതോടുകൂടി നമ്മൾ കൈ 7 പ്രാവശ്യം പിന്നെ മണ്ണിട്ട് കഴുകണോ? വേണ്ട. അപ്പോൾ എപ്പോഴാണ് പ്രശ്നം? തലട്ട പാത്രം മാത്രമേ പ്രശ്നമുള്ളൂ. ചില പണ്ഡിതന്മാരെ അഭിപ്രായ പ്രകാരം നായ ഐനുൻ നജസാണ്. ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും അതാണ്. നായ ഐനുൻ നജസ് എന്ന് പറഞ്ഞാൽ വാല് മുതൽ തല വരെ എല്ലാ ഭാഗവും പൂർണ്ണമായിട്ട് എന്താണ്? നജസാണ്, പൂർണ്ണമായ നജസാണ്. ചിലവരെ അഭിപ്രായ പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരമൊക്കെ നായയുടെ കേല മാത്രം നജസ്, വായെന്ന് ഇങ്ങനെ വരുന്ന ഉമിനീരുണ്ടല്ലോ അത്, അതേപോലെ അതിൻ്റെ മൂക്ക്, ആ വായയുടെ ഭാഗം, ഇത് മാത്രമേ നജസുള്ളൂ. മാലിക്കി മദ്ഹബ് പ്രകാരം നായ ത്വാഹിറാണ്. നായ എന്തല്ല? ത്വാഹിറ, ശുദ്ധിയുള്ള സാധനമാണ്. അപ്പം നായ നനവോടുകൂടി നമ്മൾ വീട്ടിൽ കയറി എന്നാലും അതിനവർക്ക് തെളിവുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാനത്തിൽ കിലാബു തബൂലു വതുദ്ബിലു വതുഖ്ബിലു വതുദ്ബിറു ഫിൽ മസ്ജിദി, പള്ളികളിൽ എന്ത് ചെയ്യുമായിരുന്നു? നായകൾ മൂത്രമൊഴിക്കുമായിരുന്നു. അവർ മുന്നിലേക്കും പിന്നിലേക്കും, തുഖ്ബിലു വതുദ്ബിറു അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിലേക്കൂടെ നടക്കുമായിരുന്നു. വലം യകൂനു യറുശൂന ശൈഅൻ മിൻ ദാലിക, അതിൽ ഒന്നും തന്നെ അതിനെന്ത് ചെയ്യുന്നില്ല? വൃത്തിയാക്കിയിരുന്നില്ല. അപ്പോൾ അത് തെളിവാണ്. പക്ഷേ അത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ അത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നായ നജസാക്കിയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നായ നജസ് തന്നെയാണ്. 7 പ്രാവശ്യം എന്ത് ചെയ്യണം? തലയിട്ടാൽ കഴുകണം. അതിൽ കൂടുതൽ പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞത്, നായനെ നമ്മൾ സ്പർശിച്ചത്, അല്ലെങ്കിൽ നായ നമ്മൾ സിറ്റൗട്ടിൽ കയറിയതോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വാലെവിടെങ്കിലും നമ്മൾ കാലും അറിയാതെ കൊണ്ടതൊക്കെ നനവോട് കൂടിയാണെങ്കിൽ നജസാണ്. അപ്പം നായയുടെ ശരീരത്തിൽ അതെപ്പോഴും ദേഹം എന്ത് ചെയ്യും? ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും, അല്ലെ? എപ്പോഴും നക്കിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ കേല അതെന്തായാലും നജസാണ്. അതായിരിക്കും ഷാഫി മദ്ഹബാണെങ്കിലും ഹംബലിയാണെങ്കിലും ഹനഫി ആണെങ്കിലും അഭിപ്രായസ്ഥലത്തെ വിഷയമാണ്. കേല അത് നജസാണ്. അപ്പോൾ ശരീരം എപ്പോഴും നക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ശരീരത്തിൽ എപ്പോഴും നജസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നജസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പകരണമെങ്കിൽ എന്ത് വേണം? നനവോടുകൂടി തൊടണം, നനവോടുകൂടി സ്പർശിക്കണം. അപ്പം നായയുടെ ശരീരത്തിൽ നമ്മൾ കൈ കൊണ്ട സമയത്ത്, അല്ലെങ്കിൽ നായ സിറ്റൗട്ടിലേക്ക് കയറണ നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നനവോ അടയാളോ ഒന്നുമില്ല. 7 പ്രാവശ്യം വെള്ളമിട്ട് കഴുകണോ? മണ്ണിട്ട് കഴുകേണ്ട ആവശ്യമില്ല. 7 പ്രാവശ്യം കഴുകേണ്ട ആവശ്യമില്ല. അപ്പം നനവോട് കൂടിയാണ് തൊട്ടത് എങ്കിൽ ഒന്നേ നമ്മളെ കൈമ നനവ് വേണം, അല്ലെങ്കിൽ നായയുടെ ശരീരത്തിൽ നനവ് വേണം. അങ്ങനെയാണെങ്കിൽ നജസ് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പകരും എന്നുള്ളതാണ് അല്ലാഹു അലം. അപ്പോൾ നായ അത് തേറ്റയുള്ള ജീവിയാണ്. അതുകൊണ്ട് അതിൻ്റെ മാംസം നമുക്ക് അനുവദനീയമല്ല. മറ്റൊന്ന് മൈത്തത്ത്, ശവങ്ങൾ. ഇപ്പൊ ശവം എന്താണ്? നജസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുർരിമത് അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. ശവം, അതുപോലെ അള്ളാഹിന്റെ പേരിലല്ല അത് അറുക്കപ്പെട്ടത്, ഇതൊക്കെ എന്താണ്? ഹറാമാക്കപ്പെട്ടിരിക്കുന്നത്, നജസാണ്. എന്നിട്ട് ചില പ്രത്യേക ശവങ്ങൾ എടുത്തു പറയും ചെയ്തു. വൽ മുൻഖനിഖത്തു, മുൻഖനിഖത്ത് പറഞ്ഞാൽ കുടുങ്ങിച്ചത്തത്, എവിടെങ്കിലുമൊക്കെ കുടുങ്ങിച്ചാവുക. അതുപോലെ വൽ മൗഖൂദത്തു, തല്ലിക്കൊന്നത്. വൽ മുതറദ്ദിയത്തു, വീണ് ചത്തത്. വന്നത്വീഹത്തു, കുത്തേറ്റ് ചത്തത്. മറ്റൊരു ജീവിയുടെ കുത്തേറ്റിട്ട് എന്ത് ചെയ്തു? നമ്മൾ വീടുത്തെ കോഴി ചത്തു. വമാ അക്കല അസ്സബ്ഉ, ദുഷ്ടമൃഗം അഥവാ വന്യമൃഗം പിടിച്ചത്. ഇതൊക്കെ ശവമാണ്. ഇല്ലാമാ ദക്കൈത്തും, നിങ്ങൾ അറുത്തതൊഴികെ. അപ്പോൾ ഒരു നായ വന്നിട്ട് നമ്മൾ കോഴിനെ കടിച്ചു,
അതിങ്ങനെ ചോര, അല്ലെങ്കിൽ നമ്മൾ പിന്നെ എവിടെന്നെങ്കിലും അത് വീണിട്ട് എന്ത് ചെയ്യാണ്, ചാവാനായിട്ട് ചോര വാർന്ന് ഇങ്ങനെ കിടക്കുകയാണ്, ചത്തിട്ടില്ല. നമ്മൾ വേഗം പോയിട്ട് അതിനെ ബിസ്മില്ല അറുത്താലോ നമുക്കത് ഹലാലാണ്. ഇല്ലാ മാതക്കൈത്തും, നിങ്ങൾ അറുത്തതൊഴികെ അത് ഹലാലാണ്. ചത്തു കഴിഞ്ഞാൽ അത് ഹലാലല്ല. വമാദുബിഹ അലന്നുസുബി, അതുപോലെ ബലിപീഠത്തിൽ പ്രത്യേകം മറ്റവർക്ക് വേണ്ടിയിട്ട് പിന്നെ മറ്റു ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് അറുക്കാനുള്ള ബലിപീഠങ്ങൾ, അതിൽ അറുക്കപ്പെട്ടതും അള്ളാഹിൻ്റെ പേരിലത് അറുക്കപ്പെട്ടതാണ്. അതൊക്കെ എന്താണ്, ഹറാമാണ്. അല്ലാത്ത ശവങ്ങൾ അതെന്താണ്, എല്ലാം ഹറാമാണ്. നമ്മൾ അറുത്തതൊഴികെ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഖംറ്. അപ്പോൾ ഇപ്പം നമ്മൾ നജസിൻ്റെ ഇനത്തിൽ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കണത്, നമുക്ക് തിന്നപ്പെടാൻ പറ്റുന്ന ജീവികൾ അതിൻ്റെ ബൗലും കായത്തും നജസല്ല, തിന്നപ്പെടാൻ പറ്റാത്ത ജീവികൾ അതിൻ്റെ ബൗലും കായത്തും നജസാണ്. അപ്പോൾ നമ്മൾ തിന്നപ്പെടാൻ പറ്റാത്ത ജീവികളെ കുറിച്ചാണ് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ചർച്ച ചെയ്തത്. അതിലെന്തൊക്കെ പെട്ടു? തേറ്റ കൊണ്ട് വേട്ടയാടുന്നത്, ഭ്രംഷ്ടം കൊണ്ട് ഇരപിടിക്കുന്നത്, നാട്ടുകഴുത, ജല്ലാലത്ത്, നായ, പന്നി, ശവങ്ങൾ, ഇതെല്ലാം നമുക്ക് തിന്നാൻ പറ്റാത്തതാണ്. ഇതിലേക്ക് ഏതും വരും. ആന എന്താണ്? ആന നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് യാത്ര ചെയ്യാം, ആനയുടെ മുകളിൽ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷെ ആന മാംസം തിന്നാൻ പറ്റുമോ? ഇല്ല. കുതിര ഇറച്ചി നമുക്ക് തിന്നാം. ഹദീസിൽ പ്രത്യേകം വന്നാണ് കുതിരയുടെ ഇറച്ചി നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തിന്നാൻ പറ്റാത്ത ജീവികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ ജീവികളുടെ മലവും മൂത്രവും നജസാണ് എന്നതിന് എന്താണ് തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനത്തിന് പോയപ്പോൾ ഒരു സ്വഹാബിയും പിന്നാലെ പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കല്ലുകൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരഞ്ഞപ്പോൾ 2 കല്ലേ കിട്ടിയുള്ളൂ. ഒന്ന് റൗസത്ത്, അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ജീവിയുടെ കാഷ്ടാണ്. അത് കൊണ്ടുകൊടുത്തപ്പോൾ റസൂൽ എന്ത് ചെയ്തു? 2 കല്ല് സ്വീകരിച്ചു, മറ്റേത് വലിച്ചെറിഞ്ഞു. എന്ന് റസൂൽ പറഞ്ഞു, ഇത് റിജിസാണ്, ഇത് നജസാണ്, അതുകൊണ്ട് ഇതല്ലാത്ത മറ്റൊന്ന് എനിക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഇന്ന് നമുക്ക് വ്യക്തമാണ് ഇത്തരം ജീവികളുടെ മലവും മൂത്രവും നജസാണ്. എന്നാൽ തിന്നപ്പെടാൻ പറ്റുന്ന ജീവികൾ അതിൻ്റെ മലവും മൂത്രവും നജസല്ല എന്നതിൻ്റെ തെളിവ് എന്താണ്? മദീനയിലേക്ക് 2 ഗോത്രങ്ങളിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നു. അവരൊരു ചതിയുടെ തലച്ചോറായിട്ടാണ് വന്നത്. പക്ഷേ റസൂലിൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, റസൂൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെന്ത് ചെയ്തു, കുറച്ചു കാലം അവിടെ നിന്നപ്പോൾ അവർ പറഞ്ഞു, റസൂലെ ഞങ്ങൾ ഗ്രാമവാസികളാണ്, ഈ പട്ടണത്തിലെ കാലാവസ്ഥ ഞങ്ങൾക്ക് പറ്റണില്ല, ഞങ്ങളെ വയറൊക്കെ വീർക്കുകയാണ്, തൊലിമൊക്കെ എന്തൊക്കെയോ ഒരു അലർജി പോലെ വരികയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു പോകണം. അപ്പോൾ റസൂൽ അനുവാദം കൊടുത്തു. റസൂൽ എന്ത് ചെയ്തു? അവർക്ക് കുറച്ച് ഒട്ടകങ്ങളെ നൽകി, ഒരു ഇടയനെ നൽകി. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചികിത്സയായിട്ട് പറഞ്ഞു കൊടുത്തത് ആ ഒട്ടകത്തിൻ്റെ പാലും അതിൻ്റെ മൂത്രവും കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൂത്രം നജസാണെങ്കിൽ നജസ് കൊണ്ട് ചികിത്സിക്കാൻ റസൂൽ ഒരിക്കലും പറയില്ല. അപ്പോൾ മൂത്രം നജസല്ല ഒട്ടകത്തിൻ്റെ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കെട്ടുന്ന തൊഴുത്ത്, ആടിൻ്റെ കൂടുണ്ടാവുമല്ലോ, അതിൽ നമസ്കരിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുണ്ട്. ആടിൻ്റെ കൂടെ ആകുമ്പോൾ എന്തായാലും അതിൽ മലവും മൂത്രം എപ്പോഴും ഉണ്ടാവും, പക്ഷെ അതിൽ നമസ്കരിക്കാൻ റസൂൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ മനസ്സിലാവണം? തിന്നപ്പെടാൻ പറ്റുന്ന ജീവികൾ അതിൻ്റെ മലവും മൂത്രവും നജസല്ല. അപ്പോൾ കോഴിക്കാട്ടം, വളമായിട്ട് ഉപയോഗിക്കുക, ചാണകം കുറച്ച് മേത്തായ നജസാണോ? നജസല്ല പറഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റണമെന്നല്ല കേട്ടോ. എന്തല്ല, നമ്മൾക്ക് നജസല്ല, മതപരമായിട്ടത് എന്തല്ല, നമുക്ക് നജസായിട്ട് കൂട്ടേണ്ട ആവശ്യം ഇല്ല. അടുത്തത്, അപ്പോൾ നജസുകളുടെ വിഷയം കഴിഞ്ഞു. ഇനി അടുത്തത് ഖംറ്. ഇനി ജീവികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ അത് ചർച്ച ചെയ്യാം. അടുത്ത നജസിൻ്റെ ഇനം ഖംറാണ്. ഇപ്പം നമ്മൾ ബൗലും വഗായിത്തുൻ മലവും മൂത്രം പറഞ്ഞു, തിന്നപ്പെടാൻ പറ്റാത്ത ജീവികളുടെ മലവും മൂത്രവും പറഞ്ഞു. ഇനി മൂന്നാമത്തത് ഖംറ്, കള്ള്, മദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്വാൻ. എന്താണ് കള്ള്? അത് റിജിസാണ്. റിജിസ് എന്ന് പറഞ്ഞാൽ നജസാണ്, മ്ലേച്ഛമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ മ്ലേച്ഛമല്ല, നജസല്ല എന്നും പറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അല്ലാഹു അഅലം. എന്തായിരുന്നാലും ഒരു പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം കള്ളെന്താണ്? നജസാണ് എന്നുള്ള. അപ്പോൾ നമ്മൾ വസ്ത്രത്തിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ നീക്കം ചെയ്യണം. അതേപോലെ നാലാമത്തെ ഇനം ജിൽദു കുല്ലി മൈത്തത്തിൻ, എല്ലാ ശവങ്ങളുടെയും തൊലി. അപ്പോൾ നമ്മൾ ഉളുഹിയത്തിനൊക്കെ പോത്തിനറക്കും, പക്ഷെ അതിൻ്റെ തൊലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കൈകൊണ്ട് എടുക്കാറുണ്ട്, അല്ലെ? നമ്മൾ അങ്ങോട്ട് വലിച്ചിടാറുണ്ട്. നമ്മൾ ചിലപ്പോൾ കൈയൊന്നും കഴുകാതെ അങ്ങനെ പോയിട്ട് നിസ്കരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറ്റുമോ? പറ്റും. കാരണം എന്താ? ജിൽദു കുല്ലി മൈത്തത്തിൻ, ശവമാണ്. നമ്മൾ ബിസ്മില്ല അറുത്ത് കഴിഞ്ഞാൽ ശവാണോ? അല്ല. അപ്പോൾ ഉളുഹിയത്തിന് നമ്മൾ ഇറക്കണ ശവമല്ല.
നേരെ മറിച്ച് വീണ് ചത്തു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുടുങ്ങി ചത്തു, അല്ലെങ്കിൽ ബിസ്മി അല്ലാതെ അറുക്കാതെ അങ്ങനെ ചത്തുപോയ ജീവികൾ, അതാണ് ശവങ്ങൾ. അതിൻ്റെ തൊലികൾ അത് നജസാണ്. അത് ആടാണെങ്കിലും പശു ആണെങ്കിലും പോത്താണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ തൊലി നജസാണ്. എന്നാൽ അത് ശുദ്ധിയാക്കാൻ പറ്റും ഊറക്കിട്ട് കഴിഞ്ഞാൽ. ഊറക്കിടുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ചില രാസവസ്തുക്കളൊക്കെ ചേർത്ത് എന്ത് ചെയ്യുക, ഒരു പ്രത്യേക ഒരു പ്രോസസ്സിങ് രൂപമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഏത് തൊലിയും ശുദ്ധിയാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹ, അവർക്കൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, അവർക്കൊരു ആടുണ്ടായിരുന്നു. ആ ആട് ചത്ത സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് പോലെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വലിച്ചെറിയാൻ കൊണ്ടുപോവാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലാ അഖദതും ഇഹാബഹ, നിങ്ങൾക്ക് അതിൻ്റെ തൊലി എടുത്തൂടെ? ഫദബഗ്തുമുഹു, അത് ഊറക്കിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തൂടെ? ഫന്തഫഅതും ബിഹ, അത് ഉപയോഗിച്ചുകൂടെ? അപ്പോൾ ഇവർ പറയാണ്, റസൂലെ ഇന്നഹ മൈത്തത്തുൻ, ഇത് ശവമാണ്, ചത്തതാണ്, അപ്പം ഞങ്ങൾ എങ്ങനെ ഇതിനെ തൊലി എടുക്കുക? അപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നമാ ഹറുമ അക്ലുഹ, എന്തേ ഹറാമുള്ളു? തിന്നൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ തൊലി ഊറക്കിട്ട് ഉപയോഗിക്കാം. റസൂൽ പറഞ്ഞു, ഇദാ ദുബിഗൽ ഇഹാബു ഫഖദ് തുഹുറ, തൊലികൾ ഊറക്കിട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധിയാകും. എന്നാൽ വന്യജീവികളുടെ, നമ്മൾ നേരത്തെ കുല്ലഹമല്ലാത്തത് പറഞ്ഞില്ലേ, നമുക്ക് തിന്നപ്പെടാൻ പറ്റാത്ത ജീവികൾ, അത്തരത്തിലുള്ള ജീവികളുടെ തൊലികൾ ഊറക്കിട്ടാലും അത് ശുദ്ധിയാവുകയില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ലെതറിൻ്റെ ബെൽറ്റ്, ലെതറിൻ്റെ പിന്നെ ചെരുപ്പ്, ഇതൊക്കെ ധരിക്കൂലേ, ഇതൊക്കെ വന്യമൃഗങ്ങളുടേതാണ് എങ്കിൽ അത് അനുവദനീയമല്ല. അനുവദനീയമല്ല പറഞ്ഞാൽ നജസാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിട്ട് കഴിഞ്ഞാൽ നജസാണ്. അപ്പോൾ പാമ്പിൻ്റെ തോല്, അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എടുക്കും, പാമ്പിൻ്റെ തോലൊക്കെ എടുക്കും, അല്ലെങ്കിൽ പുലിയുടെ തോല്, പുലിത്തോല്, ഇതുകൊണ്ടൊക്കെയാണ് ഒരാൾ ചെരുപ്പുണ്ടാക്കിയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ബെൽറ്റ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ അതെന്താണ്? നജസാണ്. നജസ് കൊണ്ടാണ്. കാരണം അത്തരത്തിലുള്ള ജീവികളുടെ, മഅ്കൂലഹമല്ലാത്ത ജീവികളുടെ തൊലികൾ ഊറക്കിട്ടാലും അത് ശുദ്ധിയാവുകയില്ല. അപ്പോൾ തിന്നപ്പെടാൻ പറ്റുന്ന ജീവികളുടെ തൊലികൾ അത് ഊറക്കിട്ടാൽ അത് മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. അതാണ് ജിൽദു കുല്ലി മൈത്തത്തിൻ. ഇനി അതിലേക്ക് ചേർത്ത് മറ്റൊന്ന് അളുമു കുല്ലി മൈത്തത്തിൻ, എല്ലാ ജീവികളുടെയും അളുമ്, അളുമ പറഞ്ഞാൽ എല്ല്. അപ്പോൾ ശവങ്ങളുടെ എല്ലുകൾ ഇതെന്താണ്? നജസാണ് എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ചെയ്തത്. പക്ഷേ ശരിയായ അഭിപ്രായ പ്രകാരം എല്ലുകൾ എന്തല്ല? നജസല്ല. എല്ലുകൾ, നഖം, ആ ഭാഗമൊന്നും നജസല്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു അലം. ഇനി ഇതിലൊരു മസ്അല, ചില ജീവികൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നജസാവൂല, ചില ജീവികൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ത്വാഹിറേക്കരം, നജസാവൂല. ഏതാ? എങ്ങനത്തെ ജീവികളാ? എങ്ങനത്തെ? മത്സ്യമുണ്ട്. പിന്നെ മത്സ്യം നമ്മൾ തിന്നണോണ്ട് നമുക്ക് അങ്ങനെ പറയാം. തിന്നാത്ത ജീവികളുണ്ടാവും. ഈച്ച. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങളുടെ പാത്രത്തിലേക്ക്, കുടിനീരിലേക്ക് ഈച്ച ചാടിക്കഴിഞ്ഞാൽ, ഇദാ വഖഅ ദുബാബു ഫീ ശറാബി അഹദിക്കും ഫൽയഗ്മിസ്ഹു സുമ്മ ലിയൻസിഅഹു, അതിനതിൽ മുക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. നജസാണെങ്കിൽ ഒന്നുകൂടി മുക്കിയെടുക്കുക എന്ന് പറയോ? ഇല്ല. അപ്പം ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ, കൊന്നു കഴിഞ്ഞാലും രക്തം വാർന്നു പോകാനില്ലാത്ത ജീവികൾ, നമ്മൾ അടിച്ചു കൊന്നാലും രക്തം ഒഴുകിപ്പോകാനില്ല, അങ്ങനത്തെ ജീവികൾ മരിച്ചു കഴിഞ്ഞാൽ നജസല്ല. അപ്പം അതിൽ പെട്ടതാണ് ഇപ്പോൾ ഈച്ച, തേനീച്ച, ഉറുമ്പ്, എട്ടുകാലി. ഇതൊന്നും നമ്മൾ കൊന്നു കഴിഞ്ഞാലും, എട്ടുകാലിനൊക്കെ ചൂലുകൊണ്ട് അടിച്ചു കൊന്നാലും ആകെ ചോരപ്പുഴാവോ? ഇല്ല, ഒരു തുള്ളി രക്തം പുറത്തേക്ക് വരില്ല. അപ്പം അത്തരത്തിലുള്ള ജീവികൾ ചത്തു കഴിഞ്ഞാലും അതെന്തല്ല? നജസല്ല. ഇനി അടുത്താണ് മദിയ്. മദിയ് നജസാണ്. എന്താ മദിയ് പറഞ്ഞാൽ? മദിയ് എന്ന് പറഞ്ഞാൽ വികാരത്തിന്റെ തുടക്കത്തിൽ പുറത്തേക്ക് വരുന്ന ദ്രാവകമാണ് മദിയ്. നമ്മൾ വിശദീകരിച്ചിരുന്നു, മദിയും മദിയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, അപ്പം ഇനി പറയണില്ല. മദിയ് നജസാണ്. മദിയ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കണം. അത് നജസാണ്. കുളിക്കണോ? കുളിക്കേണ്ട ആവശ്യമില്ല, കഴുകിയാൽ മതി. വദിയ് വന്നാൽ വദിയും നജസാണ്. വദി എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിന്റെ അവസാനത്തിൽ ചില ആളുകൾക്ക് വരുന്നതാണ് വദി. വദി വന്നാലും അതെന്താണ്? നജസാണ്. കഴുകി വൃത്തിയാക്കണം. മൂത്രത്തിന്റെ അതേ വിധിയാണ്. അടുത്തത് മനീയ്. മനീയ് വികാരത്തിന്റെ അവസാനത്തിൽ പുറത്തേക്ക് തെറിക്കുന്ന ശുക്ലം, ഇന്ദ്രിയം, മനീയ്. മനീയ് വന്നാലും ചെറിയ അശുദ്ധി മാത്രമല്ല, അതെന്താ? വലിയ അശുദ്ധിയാണ്. പക്ഷേ നജസാണോ? മദിയും വദിയും നജസാണ്, കഴുകി വൃത്തിയാക്കണം.
എന്നാൽ മനിയ് നജസാണോ? അല്ല, മനിയ് ത്വാഹിറാണ്. പക്ഷെ മനിയ് വന്നാൽ വലിയ അശുദ്ധിക്കാരനായി കുളിക്കണം, പക്ഷെ എന്തല്ല, നജസല്ല. അപ്പോൾ മനിയ് നമ്മളെ ഇന്ദ്രിയം ശുക്ലം, അതൊരു തുള്ളി നമ്മളെ ഡ്രസ്സിലുണ്ട്, അതുകൊണ്ട് ഒരാൾ നമസ്കരിച്ചു, നമസ്കാരം സ്വഹിയാണ്, അത് നജസല്ല. അടുത്ത് കൈ എന്ന് പറഞ്ഞാൽ ഛർദിച്ചത് നജസാണോ? നജസാണ് എന്താണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ ശരിയായ അഭിപ്രായം ഛർദിച്ചത് എന്തല്ല, നജസല്ല. ഛർദിച്ചത് നജസല്ല, ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണെന്നുള്ളതാണ് അതിൽ പ്രബലമായ അഭിപ്രായം. അല്ലാഹു അഅലം. അടുത്ത സ്വദീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വദീദ് കൈഹ് മാ ഉജുറും എന്നൊക്കെ പറയും. മാ ഉജുർഹ് എന്നൊക്കെ പറഞ്ഞാൽ മുറിമുന്ന് വരുന്ന വെള്ളം. ഇപ്പം ചെലം അല്ലെ, നമ്മൾ ചെലം എന്നല്ല പറയാം. അതുപോലെ ചിലപ്പോൾ ചെലമല്ല, ചെലം എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് വെള്ള നിറത്തിലേക്ക് കയറും. ചിലപ്പോൾ ചെലമല്ലാതെ എന്ത് ചെയ്യും, മുറിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിമ തൊടുമ്പോഴൊക്കെ ഒരു വെള്ളം ഇങ്ങനെ വരും, ഒരു ചെറിയ ദ്രാവകം ഇങ്ങനെ വരും. അതേപോലെ ചെലം, ഇതൊക്കെ ഇതിനാണ് സ്വദീദ് കൈഹ് മാ ഉജുറുഹ് എന്നൊക്കെ പറയാം. ഇതിൻ്റെ വിധി എന്താണ്? ഇത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് നജസാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ പ്രബലമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാഹു അഅലം അതെന്തല്ല, നജസ് അല്ല എന്നുള്ളതാണ്. അത് നജസ് അല്ല. അപ്പോൾ ചെലം, അതുപോലെ മുറിന്ന് വരുന്ന വെള്ളം, അതൊക്കെ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്നാൽ അത് നജസ് അല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്നാൽ നജസാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുള്ളത് കൊണ്ട് നമുക്ക് സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്താണ്, അത് കഴുകി നമ്മൾ വൃത്തിയാക്കണം. എന്നാൽ കുറച്ച് വന്നാലോ, അത് പ്രശ്നമല്ല, അതാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. കുറച്ച് വന്നാൽ അത് പ്രശ്നമില്ല. എന്നാൽ ഒരുപാട് വന്നാൽ നമ്മൾ കഴുകി വൃത്തിയാക്കുന്നതാണ് നമുക്ക് സൂക്ഷ്മതയ്ക്ക് നല്ലത്. അല്ലാഹു അഅലം. അടുത്തത് ദമാണ് നമുക്ക് കുറച്ച് മനസ്സിലാക്കാനുള്ളത്. ദമ് എന്ന് പറഞ്ഞാൽ രക്തം. രക്തത്തിൽ നജസാണ് എന്ന് ഉറപ്പുള്ള രക്തമുണ്ട്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത നജസാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ചില ദമുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ദമു ഹൈലിൻ്റെ രക്തം, ദമു നിഫാസിൻ്റെ രക്തം, ദമു ഇസ്തിഹാദത്തിൻ്റെ രക്തം. ഇനി ഇതല്ലാതെ വരുന്ന ചില ദമുകൾ, അത് നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാമത്തത് ഒരു ജീവി. ആ ജീവി ജീവിച്ചിരിക്കുമ്പോഴും നജസാണ്, മരണപ്പെട്ടാലും നജസാണ്. ജീവികളുടെ കാറ്റഗറി പറയാണ് 4 എണ്ണം. അതിലൊന്ന് ജീവിച്ചിരിക്കുമ്പോഴും നജസാണ്, മരണപ്പെട്ടാലും നജസാണ്. അങ്ങനത്തെ ഒരു ജീവി ഏതാ? ജീവിച്ചിരിക്കുമ്പോഴും നജസാണ്, മരണപ്പെട്ടാലും നജസാണ്. പന്നി, നായ. അതിൻ്റെ രക്തം കുറച്ചാണെങ്കിലും തോനെയാണെങ്കിലും നജസ് തന്നെ, സംശയമില്ല. അത് വസ്ത്രത്തിലായാൽ നജസ് തന്നെ. രണ്ടാമത്തത് ജീവിച്ചിരിക്കുമ്പോൾ ത്വാഹിറാണ്, മരണപ്പെട്ടാൽ നജിസാണ്. ജീവിച്ചിരിക്കുമ്പോൾ ത്വാഹിറാണ്, മരണപ്പെട്ടാൽ നജിസാണ്. അങ്ങനത്തെ ജീവി ഏതാ? ആട്, പോത്ത്, പശു, ഒട്ടകം ഒക്കെ മരണപ്പെട്ടാൽ നജിസായില്ലേ? അപ്പോൾ അങ്ങനത്തെ ജീവികൾ, അത് നമ്മൾ അർത്താലല്ല കേട്ടോ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് നജസായല്ലോ. അങ്ങനത്തെ ജീവികളുടെ രക്തം, ആ രക്തം എന്താണ്? അതും നജസ് തന്നെ. മൂന്നാമത്തത് ജീവിച്ചിരിക്കുമ്പോഴും ശുദ്ധിയുള്ളതാണ്, ത്വാഹിറാണ്, മരണപ്പെട്ടാലും ത്വാഹിറാണ്. അങ്ങനത്തെ ജീവികൾക്ക് ഏത് ഉദാഹരണം പറയാം? മത്സ്യം, അതാണ് നേരത്തെ ബഷീർക്ക് പറഞ്ഞത്. മത്സ്യം. പിന്നെ മനുഷ്യൻ, ഒരു ഹയവാനല്ലേ, ജീവിയാണ്. മനുഷ്യൻ മരണപ്പെട്ടാൽ നജസാണോ? അല്ല, മനുഷ്യന്റെ ബോഡി എന്താണ്? ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണ്. മത്സ്യം, ഇപ്പം നമ്മൾ മത്സ്യത്തിന്റെ രക്തമൊക്കെ നമ്മൾ എന്തുണ്ടാവും, കുടിക്കുമ്പോൾ ഉണ്ടാവും, അത് നജസാണോ? അല്ല. അതുപോലെ തന്നെ അത് ശവായിട്ടാണ് കിട്ടല്ലേ, നമ്മൾ ബിസ്മില്ല ഇറക്കലാണോ കടലിൽ നിന്ന് പിടിച്ചിട്ട്? അല്ലല്ലോ, നമുക്ക് ശവായിട്ടാണ് എന്ത് ചെയ്യാം, അത് കിട്ടുക. അപ്പം അതൊന്നും നജസല്ല. മനുഷ്യന്റെ രക്തമാണെങ്കിലും അത് നജസാണോ? അവിടെ നമുക്ക് കുറച്ച് പറയാനുണ്ട്, അത് നമുക്ക് പറയാം. എന്നാൽ മത്സ്യത്തിൻ്റെത് എന്തല്ല, നജസ് അല്ല. ഇനി നാലാമത്തത് മനുഷ്യന്റെ അവസ്ഥയിലേക്ക് വന്നാൽ, മനുഷ്യനിൽ നിന്ന് കുബുലിലൂടെയും ദുബുറിലൂടെയും വരുന്നതെല്ലാം നജസാണ്. അപ്പം മുൻപിൻ ദ്വാരങ്ങളിലൂടെയാണ് രക്തം വന്നത് എങ്കിൽ അത് നജസ് തന്നെ, അതിൽ സംശയമില്ല. എന്നാൽ മുൻപിൻ ദ്വാരങ്ങളല്ലാത്ത മറ്റുള്ള ഭാഗത്തിലൂടെയാണ് മുറിയായിട്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഇങ്ങനെ വന്നു, കുറച്ച് മൂക്കുന്ന് ഇങ്ങനെ വന്നു, വായന്ന് ഇങ്ങനെ വന്നു, ഇതൊക്കെ നജസാണോ? ഇതിൽ ശരിയായ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം ഇത് നജസാണ് എന്നതാണ്. ഇത് നജസാണ്. എന്നാൽ ചിലപ്പോൾ കുറച്ച് മാത്രമേ വരുള്ളൂ. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ മുഖക്കുരുണ്ട് പൊട്ടിച്ചപ്പോൾ എന്ത് ചെയ്തു, 1-2 തുള്ളി മാത്രം വന്നു, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ലേ? ആ രക്തം, അല്ലെങ്കിൽ കൊതു വന്നിരുന്നു, കൊതുവിനോട് കൊന്നപ്പോൾ കുറച്ച് രക്തം വന്നു, അത് നജസല്ല.
യുഅഫ അൻ യസീരിഹി എന്ന് പറയും. അഥവാ കുറച്ചാണെങ്കിൽ അത് പ്രശ്നമല്ല. എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അത് പ്രശ്നമാണ്. അപ്പോൾ ദമൻ മസ്ഫൂഹൻ, ഒഴുകുന്ന രക്തമാണ് പ്രശ്നം. എന്നാൽ 1-2 തുള്ളി വന്നാൽ പ്രശ്നമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പോലെയുള്ള സ്വഹാബത്തിൽ നിന്ന് വന്നത് കാണാം. അവർ മുഖക്കുരു പൊട്ടിച്ച് നിസ്കരിക്കാനായിട്ട് എന്ത് വന്നു? രക്തം വന്നു, കുറച്ച് രക്തം വന്നു. പക്ഷേ അതുകൊണ്ട് അവരെന്തില്ല, നിസ്കാരം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി ഒന്നും ചെയ്തിട്ടില്ല. അത് സ്വഹീഹാണ് അസർ. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? കുറച്ചാണ് എങ്കിൽ അത് പ്രശ്നമില്ല. എന്നാൽ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിലോ അത് നജസാണ് താനും. അപ്പോൾ രക്തത്തിൻ്റെ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. മുൻപിൻ ദ്വാരങ്ങളിലൂടെ വന്നതാണെങ്കിൽ അത് കുറച്ചാണെങ്കിലും തോനെയാണെങ്കിലും നജസ് തന്നെ. അല്ലാത്ത ഭാഗങ്ങളിലൂടെ വന്നതാണെങ്കിൽ അതിൽ സൂക്ഷ്മതക്ക് നല്ലത് പ്രബലമായ അഭിപ്രായ പ്രകാരം അത് നജസാണ് എന്നതാണ്. എന്നാൽ വളരെ തുള്ളി മാത്രമുള്ളൂ, കുറച്ചുള്ളിയെങ്കിൽ അതെന്തില്ല താനും, പ്രശ്നമാക്കേണ്ടതില്ല താനും, അത് പ്രശ്നമില്ല. എന്നാൽ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൃഗത്തിനെ അറുത്തു, നമ്മൾ നേരത്തെ പറയാം ജീവിച്ചിരിക്കുമ്പോൾ ത്വാഹിറാണ്, മരണപ്പെട്ടാൽ നജിസാണ്. അങ്ങനത്തെ ജീവികൾ അവരുടെ രക്തം എന്താ പറഞ്ഞു? നജസാണ്. അപ്പോൾ നമ്മൾ പോത്തിനെ കറക്കുന്ന സമയത്ത് രക്തം തെറിക്കും. അത് നമ്മളെ വസ്ത്രത്തിലായാൽ എന്താണ്? അത് നജസാണ്. എന്നാൽ അതിങ്ങനെ ഒഴുകി 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 ഫുള്ള് കഴിഞ്ഞു. അതാണ് ദമൻ മസ്ഫൂഹൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം. അത് നിന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇറത്തിൽ, അതിൻ്റെ ഞരമ്പിലൊക്കെ പിന്നെ രക്തം ഇങ്ങനെ ഉണ്ടാവും, നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഒഴുകണില്ല, ഒഴുക്കൊക്കെ നിന്നു അതിൻ്റെ പിന്നെ ഞരമ്പുമൊക്കെ രക്തം നിൽക്കണത് കാണാം. അത് നജസല്ല. അപ്പോൾ അത് പോയി ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരാളെ വസ്ത്രത്തിലായാൽ അത് നജസല്ല. കാരണം എന്താണ്? ഒഴുകുന്ന രക്തമാണ് നജസ്. ഒഴുകുന്ന രക്തമാണ് നജസ്. ഇങ്ങനെ ഒഴുകാൻ നിൽക്കുന്ന രക്തം എന്തല്ല? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഔ ദമൻ മസ്ഫൂഹൻ, അല്ലെങ്കിൽ ഒഴുകുന്ന മസ്ഫൂഹായ രക്തം എന്താണ്? അപ്പം ഇങ്ങനെ അതെല്ലാം ഒഴുകി കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തിൽ ബാക്കി നിൽക്കുന്ന രക്തം അത് പോയിട്ട് തൊട്ടാൽ അതെന്തില്ല? നജസല്ല. എന്നാൽ ആ ഒഴുകി വരുന്നതാണെങ്കിലോ, അറുക്കണ സമയത്ത് തെറിക്കണതോ അത് നജസാണ്. മനുഷ്യൻ്റെ കേസിലാണെങ്കിൽ ഒരുപാട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തമാണെങ്കിൽ അത് നജസാണ്. എന്നാൽ വളരെ കുറച്ചാണെങ്കിൽ യുർഫാൻ യസീരിഹി, അതെന്താണ്? പ്രശ്നമില്ല. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്, നമ്മൾ കേട്ട ചരിത്രേക്കരം, ഉമർ റളിയല്ലാഹുവിന് കുത്തേറ്റ് അദ്ദേഹം രക്തം ഒരുപാട് വാർന്നു. എന്നിട്ടും അദ്ദേഹം സുബ്ഹ് റക്അത്ത് കൂടി ബാക്കിയുണ്ട്, അത് അദ്ദേഹം നമസ്കരിച്ചു. അപ്പോൾ അതെങ്ങനെ? രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പക്ഷേ ഒരു തുണി കെട്ടി വെച്ച് നമസ്കരിച്ചു. അപ്പോൾ പറ്റുമോ? അതെന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്? അത് ലറൂറിയത്തിൻ്റെ സന്ദർഭമാണ്, അഥവാ നിർബന്ധമാണ്. വേറെ അവിടെ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കിയിട്ട് പോയി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനത്തെ സന്ദർഭത്തിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾക്കത് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ചാണ് എങ്കിലും അത് നമ്മൾക്ക് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എപ്പോഴും പ്രശ്നം വരൽ പിന്നെ ഞാൻ സൂചിപ്പിച്ച 2 ഉദാഹരണങ്ങൾ തന്നെ. ഒന്ന്, നമ്മൾ കൊതുവിനെ കൊല്ലുമ്പോൾ അറിയാതെ അതേപോലെ നമുക്ക് രക്തം വരും. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ മുഖക്കുരൊക്കെ എന്ത് ചെയ്യും, അറിയാതെ ചൊറിയുമ്പോൾ പൊട്ടും, അപ്പോൾ കുറച്ച് രക്തം വരും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിസ്കാരം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു അഅലം. പല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പഞ്ഞൊക്കെ എടുത്ത് കുറേ ഒപ്പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നതാണെങ്കിൽ അത് നജസാണ്. എന്നാൽ 1-2 തുള്ളിയോ വന്നു വെച്ചാലോ അത് നമ്മൾ നജസാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തന്നെ സ്വയം എന്താ തീരുമാനിക്കാം? 1-2 തുള്ളിയോ 2-3 തുള്ളിയോ ഒക്കെ ഒഴിച്ചാൽ അത് കാര്യമാക്കേണ്ട. എന്നാൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നജസായിട്ട് നമ്മൾ പരിഗണിക്കുക. അല്ലാഹു അഅലം. ശരി, നജസുകൾ വിഷയം കഴിഞ്ഞു. അതിൽ സംശയങ്ങളൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി മൂജിബാത്തുൽ ഗുസ്ൽ, കുളി നിർബന്ധമാകുന്ന അവസ്ഥകൾ. ഇപ്പം നമ്മൾ ചെറിയ അശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, അതിന് ബദലായിട്ടുള്ള തയമ്മുമിനെ കുറിച്ച് പറഞ്ഞു, മസ്ഹുൽ ഖുഫൈനൊക്കെ നമ്മൾ പറഞ്ഞു, നജസുകൾ കഴിഞ്ഞു. ഇനി വലിയ അശുദ്ധിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ കുളി നിർബന്ധമാണ്. ഏതൊക്കെയാണ് ആ അവസ്ഥകൾ? വലിയ അശുദ്ധി ഉണ്ടാകുന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്? അതിലൊന്നാമത്തത് ഖുറൂജുൽ മനിയ്യി മിൻ മഖ്റജിഹി മിന ദക്രി അവിൽ ഉൻസ. ആണാകട്ടെ പെണ്ണാകട്ടെ മനീയ് പുറപ്പെടുന്ന ഭാഗത്ത് നിന്ന് മനീയ് പുറപ്പെടുക. അപ്പോൾ ഗുഹ്യാവ്യത്തിൽ എന്ത് ചെയ്യുക? മനീയ് കൊണ്ണ ഇന്ദ്രിയത്തുള്ളി പുറത്തേക്ക് വരെ, ശുക്ലം പുറത്തേക്ക് തെറിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഉളു, അവൻ്റെ പിന്നെ വലിയ അശുദ്ധിക്കാരനായി അവൻ എന്ത് ചെയ്യണം? കുളി നിർബന്ധമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 രൂപത്തിൽ ഇന്ദ്രിയം പുറത്തേക്ക് വരും. ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു മസല, നമ്മൾ ശ്രദ്ധിക്കണം. 2 രൂപത്തിൽ എന്ത് ചെയ്യും? ഇന്ദ്രിയം പുറത്തേക്ക് വരും. ഒന്നാമത്തത് തെറിച്ചു വീഴുക. സാധാരണ അങ്ങനെ ഉണ്ടാവുക. എന്ത് ചെയ്യും? തെറിച്ചു വീഴുക. മദീ വരുന്ന പോലെ വദീ വരുന്ന പോലെ അല്ല വരിക. മനീയ് തെറിച്ചു വീഴും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുലിഖ മിൻ മാഇൻ
ദാഫിഖിൻ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി അതെങ്ങനെ? ബി തദഫുഖി വബിശഹ്വ, ഇച്ഛയോടുകൂടി തെറിച്ചു വീഴുന്ന അവസ്ഥയിൽ വന്നാലേ കുളി നിർബന്ധമാകുന്ന മനിയാവുകയുള്ളൂ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഫലഖ്തൽ മാഅ ഫഗ്തസിൽ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു നീ ഇന്ദ്രിയത്തെ ഫലഖ് ചെയ്താൽ നീ കുളിക്കണം. ഇപ്പം എന്താ ഫലഖ് പറഞ്ഞാൽ? അത് തെറിച്ചു വീഴലാണ്. ഇച്ഛയോടുകൂടി വരുമ്പോഴാണ് തെറിച്ചു വീഴുക. രണ്ടാമത് പുറത്തേക്ക് വരുന്നൊരു സന്ദർഭം ചില ആളുകൾക്ക് രോഗം കാരണം അല്ലെങ്കിൽ വല്ലാതെ തണുപ്പുണ്ടാകുമ്പോഴൊക്കെ എന്ത് ചെയ്യും? കുറച്ച് പുറത്തേക്ക് വരും, കുറച്ചിങ്ങനെ തുള്ളി തുള്ളിയായിട്ടൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ തെറിച്ച് ഒരുപാട് സാധാ വരുന്ന പോലെ വരില്ല, തുള്ളികളായിട്ട് 1, 2, 3 തുള്ളികളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. അതുകൊണ്ട് കുളി നിർബന്ധമാവുകയില്ല. അപ്പോൾ കുളി നിർബന്ധമാകുന്ന അവസ്ഥ ഏതാണ്? തെറിച്ച് വേണം. അതിന് വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഫലഖ്തൽ മാഅ ഫഗ്തസിൽ, നീ ഇന്ദ്രിയം ഫലഖ് ചെയ്താൽ നീ കുളിക്കണം. അപ്പോൾ എന്താ ഫലഖ്? പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു ബിത്തദഫുഖി വബിശഹ്വത്തിൻ, ഇച്ഛയോടുകൂടി തെറിച്ചു വീഴുന്ന അവസ്ഥയിലായിരിക്കണം. രോഗം കാരണത്താൽ ചിലപ്പോൾ വയസ്സായിട്ട് ആളുകൾ ചിലപ്പോൾ ചുമക്കുമ്പോൾ മൂത്രം വരുന്ന പോലെയൊക്കെ വരും. അതുപോലെ ശക്തമായ തണുപ്പിലെ സ്ഥലങ്ങളിലും ശരീരം ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇന്ദ്രിയത്തെ എന്ത് ചെയ്യും? പറഞ്ഞയക്കും. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊന്നും മനി വന്നു വരുതി കുളി എന്തല്ല? നിർബന്ധമല്ല. അല്ലാഹു അലം. അതിൽ മറ്റൊരു സന്ദർഭം, ഉറങ്ങുന്ന സമയത്ത് മനി പുറത്തേക്ക് വരും. അതിൽ 3 രൂപം ഉണ്ടാവും. 3 രൂപം. ഒന്നാമത്തത്, ഉറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾക്കിങ്ങനെ ചില തോന്നലുകൾ വരും. നമ്മൾക്ക് ആ രൂപത്തിലെ നമുക്ക് പിന്നെ ലൈംഗികമായ തോന്നലുകൾ വരും. നമ്മൾ രാവിലെ നീച്ച് നോക്കുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും? വെള്ളം കണ്ടിട്ടുണ്ടാവും. അവിടെ ഇന്ദ്രിയത്തിൻ്റെ അസറുകൾ, അടയാളങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുളി നിർബന്ധമാണ്. രണ്ടാമത്തെ, നമുക്ക് തോന്നലുകൾ ഉണ്ടായി, ലൈംഗികമായ തോന്നലുകൾ ഉണ്ടായി, മനി വരുന്നത് പോലെ തന്നെ തോന്നി, പക്ഷെ നീച്ച് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കാണാനില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ സംശയം ചോദിച്ചത് അതാണ്. അയാൾക്ക് എർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മനി വന്നു തന്നെ ഉറപ്പാവും, പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സന്ദർഭത്തിൽ കുളിക്കണോ? ആവശ്യമില്ല. കുളി നിർബന്ധമായപ്പോഴാണ് ഖുറൂജുൽ മനിയ്യ്, മനിയ്യ് പുറത്തേക്ക് വന്നാലുള്ളത്. അപ്പോൾ നമ്മൾ ലൈംഗികമായ ചിന്തകൾ ഉണ്ടായി, എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അടയാളം കണ്ടു, മനീൻ്റെ അടയാളം കണ്ടു, കുളിക്കണം. രണ്ടാമത്തെ ചിന്തകൾ ഉണ്ടായി, പക്ഷെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിൻ്റെ അസറുകളൊന്നും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കുളിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത്, ഒരാൾക്ക് ഇച്ഛകൾ, ലൈംഗികമായ തോന്നലുകളൊന്നും ഉണ്ടായില്ല, പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മനിയ് കാണാനുണ്ട്. അയാൾ കുളിക്കണം? കുളിക്കണം. കാരണം മനിയ് പുറത്തേക്ക് വന്നാൽ കുളി നിർബന്ധമായി. അപ്പോൾ അയാൾ കുളിക്കണം. എന്നാൽ ഒരാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം കാണാണ്ട്, ലൈംഗികമായ ഇച്ഛകളൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നനവ് കാണാണ്ട്, വെള്ളമാണോ മനിയാണോ എന്ന് ഉറപ്പില്ല. കാരണം രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ പോയ പോലെ തോന്നുന്നുണ്ട്, അപ്പോൾ വെള്ളം പൊയ്ക്കണോ എന്ന് സംശയമുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ, മനിയാണെന്ന് ഉറപ്പില്ല, അങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? കുളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, പിന്നെ ഒരു അസുലി നമ്മൾ പഠിച്ചൊരു കായിക എന്തായിരുന്നു? അൽ യഖീനു ലാ യസൂലു ബിശക്ക്. ഇത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അൽ യഖീനു ലാ യസൂലു ബിശക്ക്, സംശയം കൊണ്ട് ഉറപ്പില്ല, നീങ്ങൂല. അപ്പം നമുക്ക് ഉറപ്പ് എന്താണ്? രാത്രി കിടക്കുമ്പോൾ അത് മനിയല്ല എന്നുള്ളതാണ്. സംശയമാണ് മനിയാണോ വെള്ളാണോ എന്നുള്ളത്. അപ്പോൾ അസുൽ എന്താണ്? ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൽ പിടിച്ചാലും മതി. അത് ക്ലിയർ അല്ലേ? അതാണ് ഒന്നാമത്തെ ഖുറൂജുൽ മനി. രണ്ടാമത്തെ, ഈലാജു ദക്കരി ഫിൽ ഫർജി വലൗ ലം യഹ്സുൽ ഇൻസാലൻ. ഇൻസാൽ അഥവാ പിന്നെ ഫർജും ദക്കറുമായിട്ട് കൂട്ടിമുട്ടുക. ആണിൻ്റെ ഗുഹ്യാവയവും മുൻദ്വാരവും പെണ്ണിൻ്റെ മുൻദ്വാരവും തമ്മിൽ കൂട്ടിമുട്ടുക. നമ്മൾ ജിമാഇന് വേണ്ടിയിട്ട് ജിമായ് ചെയ്യുമല്ലോ, അതാണ് ആണിൻ്റെ മുൻദ്വാരവും പെണ്ണിൻ്റെ ഗുഹ്യാവും മുൻദ്വാരവും തമ്മിൽ കൂട്ടിമുട്ടുക പറഞ്ഞാൽ ജിമായ് ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അത് ഇൻസാൽ ഉണ്ടായിട്ടില്ലെങ്കിലും അഥവാ മനിയ് പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞതോടുകൂടി കുളി നിർബന്ധമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ജലസ ബൈന ശുഅബിഹൽ അർബഅ, അത് ആ പൊസിഷനാണ് പറയുന്നത്. പിന്നെ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിരിക്കണം ആ പൊസിഷൻ. അങ്ങനെ ഒരാളിരുന്ന് സുമ്മ ജഹദഹ, അതിന് പരിശ്രമിച്ചു, അഥവാ ലൈംഗിക ബന്ധം നടത്തി കഴിഞ്ഞാൽ ഫഖദ് വജബൽ ഗുസ്ലു, കുളി നിർബന്ധമായി. മറ്റൊരു ഹദീസിൽ റസൂൽ പറഞ്ഞ മസ്സൽ ഖിതാനു ല ഖിതാൻ, ലൈംഗിക അവയവങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ തന്നെ കുളി നിർബന്ധമായി. അപ്പോൾ ഇന്ദ്രിയം പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും കുളി നിർബന്ധമായി. ഒന്ന്, ഇന്ദ്രിയം പുറത്തേക്ക് വരെ; രണ്ട്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പക്ഷേ ഇന്ദ്രിയം പുറത്തേക്ക് വന്നിട്ടില്ല, എന്നാലും കുളി നിർബന്ധമായി. അത് ആകെ 1 സെക്കൻഡേ നടന്നിട്ടുള്ളൂ, എന്നാലും ലൈംഗിക അവയവങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കുളി നിർബന്ധമായി.
മൂന്നാമത്തത് ഇസ്ലാമുൽ കാഫിരി, അമുസ്ലിമായ ഒരാൾ ഇസ്ലാം സ്വീകരിക്കാം. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ കുളിക്കണം. ഇതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, നിർബന്ധമാണ് എന്നുള്ളത്. കാരണം ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറയാണ് അന്നഹു അസ്ലമ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഫഅമറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യഗ്തസില ബിമാഇൻ വസിദ്രിൻ, താളിയും വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ വേണ്ടി റസൂൽ കൽപ്പിച്ചു. അപ്പോൾ ഇന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ്. എന്നാൽ നിർബന്ധമല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. കാരണം ഒരുപാട് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചുകൊള്ളു. റസൂൽ എല്ലാവരോടും കുളിക്കാൻ പറഞ്ഞുകൊള്ളണം. കുളിക്കാൻ പറഞ്ഞത് ആകെ 1-2 സംഭവങ്ങളുള്ളൂ. സുമാമത്ത് ബിൻ അസാലിനെ പോലെ, പിന്നെ ഖൈസ് ബിൻ ആസിമിനെ പോലത്തെ ചില സംഭവങ്ങൾ മാത്രം. അതുകൊണ്ട് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പ്രബലപ്പെടുത്തി പറഞ്ഞത് ആ കുളി എന്താണ്, സുന്നത്താണ്, നിർബന്ധമായ കുളി അല്ല എന്നുള്ളതാണ്. നാലാമത്തത് അൽ മൗത്തു ഗൈറു ഷഹീദ്, മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരിച്ചാൽ എന്ത് ചെയ്യണം, അയാളെ കുളിപ്പിക്കണം. ഷഹീദാണെങ്കിലോ കുളിപ്പിക്കാൻ പാടില്ല, അങ്ങനെ എന്ത് ചെയ്യണം, കഫൻ ചെയ്യണം. അഞ്ചാമത്തത് അൽ ഹൈലു 6 അന്നിഫാസു, രണ്ടും ചേർത്ത് പറയാം. ഹൈലു നിഫാസും, ആർത്തവ രക്തവും പ്രസവ രക്തവും, ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യണം, കുളിച്ച് ശുദ്ധിയാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വയസ്അലൂനക അനിൽ മഹീൽ, അവർ നിന്നോട് ഹൈലിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ ഹുവ അദൻ, അത് മ്ലേച്ഛമാണെന്ന് പറഞ്ഞേക്കുക. ഫഅ്തസിലുൻ നിസാഅ, അവരെന്ത് ചെയ്യണം, അവരെ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അവരിൽ നിന്ന് വിട്ടു നിൽക്കണം. ഹത്താ യത്തുഹുർന, അവർ ശുദ്ധിയാവുന്നത് വരെ. ഫ ഇദാ തത്വഹർന, അവർ ശുദ്ധി വരുത്തിയാൽ, ആ ശുദ്ധി വരുത്തൽ എങ്ങനെ, കുളിച്ചു കണ്ട് അവർ ശുദ്ധി വരുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ അവരിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറഞ്ഞു ഇദാ അഖ്ബലത്തിൽ ഹൈലത്തു, ഹൈല് വന്നു കഴിഞ്ഞാൽ ഫദഇ അസ്സലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുക. വ ഇദാ അദ്ബറത്തിൽ ഹൈലത്തു, ഹൈല് പോയി കഴിഞ്ഞാൽ ഫഗ്തസിലി, നീ കുളിക്കണം. ഫസ്വല്ലി, നമസ്കരിക്കണം. അപ്പോൾ ഹൈല് നിഫാസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ശുദ്ധിയാവുമ്പോൾ കുളി നിർബന്ധമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു കുളി നിർബന്ധമാക്കുന്നത്. ഒന്ന്, മനീയ് ഇച്ഛയോടുകൂടി തെറിച്ചു വന്ന രൂപത്തിൽ പുറത്തേക്ക് വരിക. രണ്ടാമത്തത് ഏതാ പറഞ്ഞ്, ഗുഹ്യാവയവങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുക. മൂന്നാമത്തത് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുക പക്ഷേ സുന്നത്താണെന്ന് പറഞ്ഞു. നാലാമത്തത് മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്തിനെ കുളിപ്പിക്കൽ. അഞ്ചാമത്തെ ഹൈല്. ആറാമത്തത് നിഫാസ്. ഇതാണ് കുളി നിർബന്ധമാകുന്ന അവസ്ഥകൾ. ഇതിൽ ഒരു മസ്അല, ഒരാൾ ജിമാ ചെയ്തു, ഇന്ദ്രിയം പുറത്തേക്ക് വന്നു, അയാൾ പോയിട്ട് കുളിച്ച് അയാൾ ശുദ്ധിയായി. അങ്ങനെ അയാൾ ഒരു 2-3 അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കിന് അയാൾ അടുത്ത ഇന്ദ്രിയവും പുറത്തേക്ക് വന്നു, കുറച്ച് തുള്ളികൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പം അയാൾ കുളിക്കണോ? അയാൾ കുളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇന്ദ്രിയം പുറത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ആദ്യം ചെയ്ത ജിമാ കൊണ്ടാണ്. അതിനു വേണ്ടി അയാൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും അതേ അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെയും അതിനു വേണ്ടി കുളിക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസാല. മനസ്സിലാവുണ്ടല്ലോ അല്ലേ പറയുന്നത്? ശരി. അടുത്ത സിഫത്തുൽ ഗുസ്ലി, ജനാബത്ത് കുളിയുടെ രൂപം എങ്ങനെയാണ്? കുളി എന്ന് പറഞ്ഞാൽ ജനാബത്ത് കുളിയാണ് അസ്വൽ. അതിൻ്റെ രൂപം എങ്ങനെയാണ്? 2 രൂപങ്ങളുണ്ട്. ഒന്ന് പൂർണ്ണമായ രൂപം, 2 അനുവദനീയമായ രൂപം. പൂർണ്ണമായ രൂപത്തിലാണ് നമ്മൾ പരമാവധി കുളിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. കാരണം അതാണ് സുന്നത്തിനോട് യോജിച്ച് നിൽക്കുന്നത്. അതെങ്ങനെയാണ്? ഹദീസിൽ കാണാം, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഗതസല മിനൽ ജനാബ, റസൂൽ ജനാബത്തിൽ നിന്ന് കുളിക്കാൻ തുടങ്ങിയാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്യുക യബ്ദഉ ഫയഗ്സിലു യദൈഹി, കൈകൾ കഴുകി തുടങ്ങും. അപ്പോൾ കൈകൾ വെറുതെ എന്ത് ചെയ്യും? 2 കൈകളും ഒന്ന് കഴുകും. അതിനുശേഷം വലത്തെ കയ്യിലെ വെള്ളമെടുത്ത് ഇടത്തെ കയ്യിലേക്ക് ഒഴിക്കും. ഫയഗ്സിലു ഫർജഹു, എന്നിട്ട് ഇടത്തെ കയ്യിലെ വെള്ളം കൊണ്ട് ഗുഹ്യാവയവം കഴുകും. അപ്പോൾ ഇതന്നെയാണ് ഹൈലുകാരികൾക്കും നിഫാസുകാരികൾക്കൊക്കെ കുളിക്കാല കുളി, ഈ കുളി തന്നെയാണ്. അപ്പോൾ ആദ്യം കൈ 2 കഴുകി വലത്തെ കയ്യിൽ വെള്ളം എടുത്ത് ഇടത്തെ കൈയിലേക്ക് ചുരിഞ്ഞു. ആ ഇടത്തെ കൈ കൊണ്ട് എന്ത് ചെയ്തു? ഗുഹ്യാവയവം കഴുകി. ഒരു റിപ്പോർട്ട് പ്രകാരം അപ്പോൾ അതിൽ മ്ലേച്ഛതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങൾ. അപ്പോൾ അതെന്ത് ചെയ്തു? മണ്ണിൽ ഉരച്ചു. അപ്പം നമുക്ക് സോപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കത് കഴുകി വൃത്തിയാക്കാം. അതിനുശേഷം നമസ്കാരത്തിനെന്ന പോലെ വുദു എടുത്തു. അപ്പോൾ മൂന്നാമത്തെ കൈ കഴുകി ഗുഹ്യാവയവം വലത്തെ കയ്യിൽ വെള്ളമെടുത്ത് ഇടത്തെ കൈയിലേക്ക് ചുരുങ്ങിയിട്ട് അതുകൊണ്ട് കഴുകി. മൂന്നാമത്തത് നമസ്കാരത്തിന് എന്ന പോലെ വുദു എടുത്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ യഖുദുൽ മാഅ ഫയുദ്ഖിലുൽ അസാബിഅ ഫി ഉസൂലി ശഅർ, കയ്യിൽ വെള്ളമെടുത്ത് ഉസൂലി ശഅർ എന്ന് പറഞ്ഞാൽ മുടിയുടെ ഈ ഉള്ളിലൂടെയൊക്കെ എന്ത് ചെയ്തു? ശരിക്കും എല്ലാ ഭാഗത്തേക്കും ആക്കി. മുടിയുടെ ഉള്ളിലൂടെ എല്ലാ ഭാഗത്തേക്കും ശരിക്കും
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഹഫന അലാ റഅസിഹി തലാത്ത ഹഫനാത്ത്, തലയിലൂടെ 3 കോരി വെള്ളം ഒഴിച്ചു. സുമ്മ അഫാല അലാ സാഇരി ജസദിഹി, പിന്നെ ശരീരഭാഗങ്ങൾ മുഴുവൻ കഴുകി. സുമ്മ ഗസല റിജ്ലൈഹി, പിന്നെ 2 കാലുകൾ കഴുകി. അപ്പോൾ ഉളു എടുക്കുന്ന സമയത്ത് എന്ത് കഴുകിയിട്ടില്ല? കാല് കഴുകിയിട്ടില്ല. അതെപ്പോഴേക്കാണ് കഴുകിയത്? അവസാനത്തേക്കാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഉളു എടുക്കുമ്പോൾ തന്നെ കഴുകാം. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ മണ്ണല്ലേ, അപ്പോൾ മണ്ണാകുമ്പോൾ നമ്മൾ കുളിക്കണ ഭാഗത്ത് എന്ത് ചെയ്യും? അതിങ്ങനെ അവിടെ ആ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടാകും. വെള്ളം ഇന്നത്തെ പോലെ ഇങ്ങനെ ഒഴുകി പോകാനുള്ള സിങ്കുതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന ഭാഗത്ത് നിന്ന് മാറി നിന്നിട്ട് കാല് കഴുകുമായിരുന്നു. ഇപ്പം നമുക്ക് ടൈൽസും ഒഴുകി പോകാനുള്ള സാമഗ്രികളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഒന്നെങ്കിൽ ആ ലാസ്റ്റ്ക്ക് വെക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ കഴുകാം. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ആദ്യം നമ്മൾ കൈകൾ കഴുകി, പിന്നെ വലത്തെ കയ്യിൽ വെള്ളമെടുത്ത് ഇടത്തെ കൈയിലേക്ക് ഒഴിച്ചു, ഇടത്തെ കൈ കൊണ്ട് ഗുഹ്യാവയവം കഴുകി, പിന്നെ അതൊന്ന് തുടച്ച് കളഞ്ഞു. നമസ്കാരത്തിന് എന്ന പോലെ വുദു എടുത്തു, പിന്നെ കയ്യിൽ വെള്ളമെടുത്ത് മുടിയുടെ വേരിലൂടെ ഒക്കെ എല്ലായിടത്തും കൂടെ ശരിക്കുമാക്കി 3 തവണ വെള്ളം തലയിലൂടെ കോരി ഒഴിച്ചു, ശരീരം മുഴുവൻ കഴുകി. അവസാനം കാലുകൾ ആദ്യം കഴുകിയിട്ടില്ലെങ്കിൽ അവസാനം കാലുകൾ കഴുകാം. ഇതാണ് ജനാബത്തിൻ്റെ അല്ലെങ്കിൽ ഹൈലിൻ്റെ നിഫാസിൻ്റെ ഒക്കെ പൂർണ്ണമായ കുളി. ഇനി രണ്ടാമത്തൊരു കുളി ഷർത്തുകൾ മാത്രം പാലിച്ചുകൊണ്ടാണ് കുളിക്കുക. 2 ഷർത്തുകളാണ് കുളിക്കുള്ളത്. ഒന്ന് നിയ്യത്ത്, 2 ശരീരം മുഴുവൻ വെള്ളത്തുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങളിലേക്കും വെള്ളത്തണം. അപ്പോൾ മൂക്കിലേക്കും വായിലേക്കും ചെവിയിലേക്കും വെള്ളത്തണം. അപ്പോൾ ഷവറിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചെവി കൊണ്ട് കഴുകി വായിൽ വെള്ളം കൊപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ അതോടുകൂടി എന്താവും? അവൻ്റെ കുളി ശരിയാകുന്നതാണ്. അങ്ങനെ 2 രൂപത്തിൽ കുളിയുണ്ട്. അല്ലാഹു അഅലം. ഇനി അതിലൊരു മസലയാണ്, സ്ത്രീകൾക്ക് മുടി കെട്ടിവെച്ച് കുളിക്കാമോ? അപ്പോൾ ഈ കുളി കുളിക്കുമ്പോൾ ചില നല്ല മുടിയുള്ള സ്ത്രീകൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അവർ മുടി കെട്ടിവെച്ചിട്ടുണ്ടാവും. അത് അഴിച്ചിടണോ? അതല്ല, മുടി കെട്ടിവെച്ചിട്ട് തന്നെ കുളിക്കാൻ പറ്റുമോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ മസല ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞില്ല, മുടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഴിക്കേണ്ട ആവശ്യമില്ല. ഇന്നമാ യക്ഫീകി അലാ റഅസകി അൻ തഹ്തി അലാ റഅസകി 3 ഹതയാത്ത്, 3 കോരി വെള്ളം തലയിലൂടെ ഒഴിച്ചാലും മതി. അപ്പോൾ മുടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ജനാബത്ത് കുളിയാണെങ്കിലും ഹൈലിൻ്റെ കുളിയാണെങ്കിലും മുടി അഴിച്ചിടേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ചാൽ മതി. എന്നാൽ ശക്തമായ കെട്ടാണ്, മുടിയുടെ ഉള്ളിലേക്ക് എങ്ങനെ വെള്ളം എത്താത്ത രൂപത്തിൽ ശക്തമായി കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം. സാധാരണ മുടി കെട്ടുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്താതിരിക്കൂല. അപ്പം അതുകൊണ്ട് നമ്മളത് അഴിച്ചിടേണ്ട ആവശ്യമില്ല. അല്ലാഹു അഅലം. ചെറിയ അശുദ്ധിയിൽ നിന്ന് കൂടി ശുദ്ധിയാകാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം നമുക്ക് നൽകിയ ഒരു വലിയ എളുപ്പമാണ്. ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി നമ്മൾ അതിൽ നിന്ന് ശുദ്ധിയാകുന്ന സമയത്ത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ നിയ്യത്തോടി വെച്ചാൽ അതിലൂടെ 2 മതിയാകുന്നതാണ്. ഒരാൾ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കാൻ നിൽക്കുകയാണ്, പക്ഷേ ചെറിയ അശുദ്ധിയിൽ നിന്ന് കൂടി ശുദ്ധിയാക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ ആ കുളി കൊണ്ട് അയാളുടെ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും നീങ്ങുന്നതാണ്. അത് അയാൾ നിയ്യത്ത് വെച്ചിട്ട് പുഴയിൽ മുങ്ങിയതാണെങ്കിലോ അതിലൂടെയും അയാൾക്കത് ശരിയാവും. ഇതിലേക്ക് ചേർത്തൊരു മസല കൂടി പറയാനുള്ളത്, ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു. പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ലുഹറിനാണ്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ എന്തുണ്ട്? ഇപ്പോൾ നമ്മൾ ഇശാ കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇശാ നിസ്കാരം അത് വേണ്ട, മുമ്പത്തെ നല്ലത്. ലുഹറിൻ്റെ മുമ്പേ 2 റക്അത്ത് 4 റക്അത്ത് എന്തുണ്ട്? റവാത്തീബ് ഉണ്ട്. അപ്പോൾ 2 റക്അത്ത് എന്തായാലും ആദ്യം നിസ്കരിക്കണമല്ലോ, പിന്നെ 2 റക്അത്ത് നമസ്കരിക്കും. അതിൻ്റെ കൂടെ നമ്മൾക്ക് ഏതൊക്കെ നിസ്കാരങ്ങളുണ്ട്? തഹിയ്യത്തുണ്ട്. തഹിയ്യത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ വുദൂ എടുത്തിട്ടാ വരുന്നിച്ചാൽ വുദൂവിൻ്റെ 2 റക്അത്തുണ്ട്. പിന്നെ നമുക്ക് റവാത്തീബ് നിസ്കരിക്കാണ്ട്. പിന്നെ വേണമെങ്കിൽ ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിൽ 2 റക്അത്ത് നിസ്കാരമുണ്ട്. പിന്നെ വേണമെങ്കിൽ സ്വലാത്തു തൗബ ഉണ്ട്. സ്വലാത്തു തൗബ പറഞ്ഞാൽ റസൂൽ പറയല്ലേ, ഒരാൾ തെറ്റ് ചെയ്തു, നന്നായി വുദൂ എടുത്തു, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നിന്ന് അവൻ നമസ്കരിച്ച് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു അവനെ അത് പുറത്തു കൊടുക്കും. മറ്റൊരു ഹദീസിൽ അവന് സ്വർഗം നൽകും എന്ന് ഹദീസിലുണ്ട്. ഇതാണ് സ്വലാത്തു തൗബ. അപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കയറി റവാത്തീബ നിസ്കരിക്കാമല്ലേ, പക്ഷെ അതിൻ്റെ കൂടെ നിയ്യത്ത് വെക്കുകയാണ്. തഹിയ്യത്തും വുളൂവിന് ശേഷമുള്ളതും സ്വലാത്തു തൗബയും ഇതിലേക്ക് ചേർക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ 2 റക്അത്ത് കൊണ്ട് 4 നിസ്കാരത്തിൻ്റെ കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്ര വലിയ മഹത്വമാണത്! 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, പക്ഷേ 4 വഖത്തിൻ്റെ 4 നിസ്കാരത്തിൻ്റെയും കൂലി നമുക്കതിലൂടെ ലഭിക്കും. അല്ലാഹു അഅലം. ശരി, ഇനി അൽ ഗുസ്ലുൽ മസ്നൂൻ, സുന്നത്തായ കുളികൾ. ഇപ്പം നമ്മൾ നിർബന്ധമായ കുളികൾ പറഞ്ഞു, ഇനി സുന്നത്തായ കുളികൾ. അതിൽപ്പെട്ട ഒന്നാണ് ഗുസ്ലു യൗമിൽ ജുമുഅ. ജുമുഅ ദിവസം കുളിക്കൽ സുന്നത്താണോ? അപ്പോൾ പണ്ഡിതന്മാർ ചിലർ നിർബന്ധമാണ് പറഞ്ഞവരുണ്ട്, പക്ഷേ പ്രബല അഭിപ്രായം എന്താ? സുന്നത്താണ്. റസൂൽ പറഞ്ഞു ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിമിൻ. പ്രായപൂർത്തിയായ എല്ലാവർക്കും നിർബന്ധമാണെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ റസൂൽ പറഞ്ഞു വ അയ്യസ്തന്ന, മിസ്വാക്ക് ചെയ്യലും, വ അയ്യമസ്സ ത്വയ്യിബൻ ഇൻ വജദ, അത്ര ഉണ്ടെങ്കിൽ സുഗന്ധം പൂശലും.
പക്ഷേ അത് സുന്നത്താണ്. കാരണം റസൂൽ അതിൻ്റെ കൂടെ പറഞ്ഞ 2 കാര്യങ്ങൾ, മിസ്വാക്ക് ചെയ്യലും സുഗന്ധം പൂശലും, ഇത് രണ്ടും എന്താണ്? സുന്നത്താണ്. അപ്പോൾ പിന്നെ ആ കുളിയും സുന്നത്താണെന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിലെ കുളി, ആ കുളി നമ്മൾ കുളിക്കേണ്ടത് ഏത് സമയത്താണ്? എപ്പോൾ മുതലാണ് അതിൻ്റെ സമയം ആരംഭിക്കുക? വെള്ളിയാഴ്ച ദിവസം കുളിക്കാനുള്ള സമയം ആരംഭിക്കുക എപ്പോൾ മുതലാണ്? സുബഹിന് ശേഷമാണോ? വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷമാണോ? സുബഹിന് ശേഷമാണ്. വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം മുതൽ സമയം ആരംഭിക്കും ഏതിൻ്റെ? പിന്നെ ജുമാ ദിവസത്തിൻ്റെ. പക്ഷേ ആ കുളിയുടെ സമയം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം സുബഹ് മുതലാണ് കുളിയുടെ സമയം ആരംഭിക്കുക. അല്ലാഹു അലം. രണ്ടാമത്തെ ഗുസ്ലുൽ ഐനൈൻ ആയിരിക്കണം. ഐദൈൻ, ഗുസ്ലുൽ ഐദൈൻ, പെരുന്നാൾ ദിവസത്തിന് വേണ്ടിയുള്ള 2 പെരുന്നാൾ ദിവസം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ സ്ഥിരപ്പെട്ട കാര്യത്തിൽ കാണാം, മിനസ്സുന്ന, പിന്നെ അദ്ദേഹം അയ്യഗ്തസില യൗമൽ ഫിത്രി ഖബ്ല അയ്യഗ്ദുവ, ഫിത്ർ ദിവസത്തിൽ അതിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കുളിക്കുമായിരുന്നു. അപ്പോൾ ഈദൈനുകളിൽ കുളിക്കൽ സുന്നത്താണ്. മൂന്നാമത്തത് അൽ ഗുസ്ലു മിൻ തഗ്സീലിൽ മയ്യിത്തി, അഥവാ മയ്യത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുളിക്കൽ. അപ്പോൾ ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണോ സുന്നത്താണോ? സുന്നത്താണ്. റസൂൽ പറഞ്ഞ ഹദീസിൽ മൻ ഗസ്സല മയ്യിത്തൻ ഫല്യഗ്തസിൽ, ആരെങ്കിലും മയ്യത്ത് കുളിപ്പിച്ചാൽ അവന് കുളിക്കട്ടെ. അപ്പോൾ നിർബന്ധമായ രൂപത്തിലാണ് റസൂൽ എന്ത് ചെയ്തത്? പറഞ്ഞത്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, കുന്നാ നഗ്സിലുൽ മയ്യിത്ത, ഞങ്ങൾ മയ്യത്തിനെ കുളിപ്പിക്കുമായിരുന്നു. വമിന്നാ മയ്യഗ്തസിൽ വമിന്നാ മല്ലാ യഗ്തസിൽ, ഞങ്ങളിൽ കുളിക്കുന്നവരും ഉണ്ടായിരുന്നു കുളിക്കാത്തവരും ഉണ്ടായിരുന്നു. വ്യക്തമാണ്, നിർബന്ധമല്ല എന്നുള്ളത്. അപ്പോൾ മയ്യത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുളിക്കുക എന്നുള്ളത് സുന്നത്താണ്. അൽ ഗുസ്ലുൽ ഇഹ്റാം, അൽ ഗുസ്ലുൽ ദുഖൂലി മക്ക, ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ കുളി, അതേപോലെ തന്നെ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുളി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം, മിനസ്സുന്ന, സുന്നത്തിൽപ്പെട്ടതാണ് അയ്യഗ്തസില ഇൻദ ഇഹ്റാമിഹി, ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ കുളിക്കുക. അതുപോലെ തന്നെ ലിദുഖൂലി മക്ക, മക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴും കുളിക്കുക. ഈ 2 കുളികളും സുന്നത്താണ്. അതേപോലെ അൽ ഗുസ്ലുൽ യൗമി അറഫ, അറഫ ദിവസത്തിൽ ഉള്ള കുളി, ഇതൊക്കെ എന്താണ്? സുന്നത്തായ കുളികളാണ്. ഇതൊക്കെ സുന്നത്തായ കുളികളാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ശുദ്ധീകരണത്തിൻ്റെ ഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞത് ആദ്യം പിന്നെ മസ്ഹുൽ ജബീറ, പ്ലാസ്റ്ററിലെ തടവണ വിഷയം നമ്മൾ പറഞ്ഞു. പിന്നെ നജാസത്തുകളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് കുളിയിലേക്ക്, അപ്പോൾ കുളിയുടെ രൂപം നമ്മൾ പറഞ്ഞു. അതുപോലെ സുന്നത്തായ കുളികൾ ഏതാണ്, വാജിബായ കുളികൾ ഏതാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ചില മസ്അലകൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അസുത്ര, മറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇതുകൂടി ഇന്ന് നമ്മൾക്ക് പറയാനുള്ള സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സുത്ര എന്ന് പറഞ്ഞാൽ മറ. അപ്പോൾ നമസ്കാരത്തിൽ എന്ത് സ്വീകരിക്കൽ? മറ സ്വീകരിക്കൽ. നമസ്കാരത്തിൽ മറ സ്വീകരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്രത്തിൻ, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഒരു സുത്രയിലേക്ക് നമസ്കരിക്കട്ടെ. വൽയദ്നു മിൻഹ, അതിലേക്ക് അടുത്ത് നിൽക്കട്ടെ. അപ്പോൾ കുറേ ദൂരത്ത് കൊണ്ടുപോയിട്ടല്ല മറ വെക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? മറയിലേക്ക് അടുത്ത് നിൽക്കണം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഫൽയജ്അൽ തിൽഖാ വജ്ഹിഹി ഷൈഅൻ, നിങ്ങൾ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒന്ന് വെക്കട്ടെ. അപ്പം മറ സ്വീകരിക്കണം എന്നുള്ളത് അത്രയും ശക്തമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വഇല്ലം യജിദ് ഷൈഅൻ, ഒന്നും കാണാനില്ല, അവനക്ക് വെക്കാൻ ഒന്നും കാണാനില്ലെങ്കിൽ വലിയൻസിബ് അസ്വൻ, ഒരു വടിയെങ്കിലും അവൻ എന്ത് ചെയ്യട്ടെ? കുത്തിവെക്കട്ടെ. വഇല്ലം യജിദ്, വടിയും കുത്തിവെക്കാൻ കാണുന്നില്ല എങ്കിൽ ഫലിയഖുത്ത ഖത്തൻ, ഒരു വരെങ്കിലും വരക്കട്ടെ. അപ്പോൾ എത്ര ഗൗരവമുണ്ട്. പക്ഷേ അധികം ആൾക്കാരും സുന്നത്തൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് അത് ഗൗരവത്തിൽ കാണാറില്ല. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് 3-ാമത്തെ സഫിലോ 4-ാം സഫിലൊക്കെ പോയിട്ട് നമസ്കരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്നും കണ്ടില്ലെങ്കിൽ ഫലിയഖുത്ത ഖത്തൻ, ഒരു വരയെങ്കിലും വരച്ചിട്ട് അവൻ എന്ത് ചെയ്യട്ടെ? അവൻ നമസ്കരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് മറയുടെ വിഷയം നമ്മൾ ഗൗരവത്തിൽ എന്ത് ചെയ്യണം? നോക്കി കാണണം. ഏത് നമസ്കാരത്തിലും ഒരു കസാല കൊണ്ടോ ഒരു ജിദാർ പിന്നെ അല്ലെങ്കിൽ തൂണ് കൊണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മറ നമ്മൾ സ്വീകരിക്കണം. ഇനി മറ സ്വീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ചില മസലകൾ. ഒന്ന്, തൂൽ, ആ മറയുടെ നീളം. അപ്പോൾ മറയായിട്ട് വെക്കുന്ന സാധനം അതിനൊരു നീളത്തിനൊരു കണക്കുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വര വരക്കാൻ പറഞ്ഞു, വടി വെക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ അത് എപ്പോഴാണ്? ഒരു മറ ഒന്നും വെക്കാൻ കണ്ടില്ലെങ്കിൽ റുഖ്സ കൊടുത്ത് വരികയാണ്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്തെങ്കിലും വെക്കാൻ നോക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, മിസ്ലു മുഖിറത്തി റഹൽ,
ഒട്ടകക്കട്ടിലിൻ്റെ അത്രയെങ്കിലും പോന്ന ഒന്ന്. ഒട്ടകത്തിൻ്റെ മുകളിൽ വെക്കണ ഒരു കട്ടിലുണ്ടല്ലോ, 4 ഇങ്ങനെ കാലൊക്കെ അല്ലേ, നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാലേ കാണാൻ പറ്റും ഹിറത്തുറഹല്. അതിൻ്റെ അത്രയെങ്കിലും നീളമുള്ള എന്തെങ്കിലും മുന്നിൽ വെക്കണം. അപ്പം അതിൻ്റെ നീളം എത്രയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു 1 മുഴമാണ്, അല്ലെങ്കിൽ 1 മുഴത്തിൻ്റെ 2/3 ഭാഗമാണ്. ഇങ്ങനെയൊക്കെ അതിന് വിശദീകരിച്ച് കാണാൻ പറ്റും. അപ്പോൾ ചുരുങ്ങിയത് 1 മുഴമെങ്കിലുമുള്ള ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യുക, മുന്നിൽ വെക്കുക. അതൊരു വടിയായിട്ടോ കസാലറ്റ് എന്തെങ്കിലും 1 മുഴമെങ്കിലും നീളമുള്ള ഒന്ന് വെക്കുക. അതൊന്നും കണ്ടില്ലെങ്കിലോ എന്തെങ്കിലും നോക്കുക. ഒന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ മറയായിട്ട് മുന്നിലൊരു വരണ്ട് വരക്കുക. എന്നിട്ട് അത് നമ്മളെ മറയായിട്ട് നമ്മൾ നിസ്കാരത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ, അത് മറയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കരുതുക ആ വര നമ്മളെ മറയാണെന്നുള്ളത്. പിന്നെ മറ്റൊരു മസ്അല അതിൻ്റെ മസാഫത്ത് പറഞ്ഞാൽ അതിൻ്റെ ദൂരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, റസൂൽ പറഞ്ഞു വലിയ യദ്നു മിൻഹ, മറയിലേക്ക് അടുത്ത് നിൽക്കണം. ഈ അടുപ്പം എത്രയാണ്? അടുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയായിക്കൂടെ, തൊട്ടടുത്തോടെന്ന് വെച്ചൂടെ. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ്? 2 ഹദീസുകൾ ആ വിഷയത്തിൽ കാണാം. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫമശാ ഹത്താ യകൂന ബൈനഹു വബൈനൽ ജിദാരില്ലദീ ഖിബല വജ്ഹി, റസൂൽ ഇങ്ങനെ നടന്ന് കഅബയിലേക്ക് നടന്ന് റസൂലിൻ്റെ മുന്നിലുള്ള ചുമരും റസൂലും തമ്മിൽ ഖരീബൻ മിൻ 3 അദ്റു, 3 മുഴം നീളത്തിൻ്റെ അത്ര റസൂൽ ഡിസ്റ്റൻസിൻ്റെ അത്ര റസൂൽ നടന്നു. അപ്പോൾ ഇപ്പോൾ റസൂൽ ഇങ്ങനെ നിൽക്കണ അവിടെ നോക്കിയാൽ എത്ര മുഴ ഉള്ളത്? 3 മുഴം വെച്ചാൽ റസൂലിൻ്റെ മറയായി. മറ്റൊരു ഹദീസിൽ കാന ബൈന മുസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈനൽ ജിദാരി മമർറുശാത്ത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയും നിസ്കരിക്കണേ ആ സ്ഥലവും റസൂലിൻ്റെ മറയും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് മമർറുശാത്ത്, ഒരു ആടിന് ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ ആടിന് നടന്നു പോവാം. അപ്പോൾ 2 ഹദീസുകളുണ്ട്. ആടിന് നടന്നു പോവാന്ന് പറഞ്ഞാൽ 3 മുഴാണോ? ആടിന് നടന്നു പോകാൻ കുറച്ച് സ്ഥലം പോരെ, 3 മുഴം എന്ന് പറഞ്ഞാൽ എത്ര, കുറച്ച് തോനായില്ലേ. അപ്പോൾ ഇതിനെ ജംഅ ചെയ്ത് കൂട്ടി വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യത്തെ ഹദീസ് റസൂൽ നിൽക്കുന്ന ഭാഗം മുതലാണ്. അപ്പോൾ നമ്മളെ കാല് മുതൽ നോക്കുമ്പോൾ മറയുടെ അത്ര വരെ 3 മുഴം വേണം. സുജൂദ് ചെയ്യലാണ് മുസല്ല കൊണ്ട് ഉദ്ദേശം. അപ്പോൾ സുജൂദ് ചെയ്താൽ മറയിലേക്ക് പിന്നെ എത്ര ഡിസ്റ്റൻസേ പറ്റുള്ളൂ? ഒരാട് നടന്നു പോകാമല്ലേ. അപ്പം നമ്മൾ ഒരുപാട് വിട്ടുവെക്കരുത്, നല്ലോണം തലയുടെ അടുത്തും കൊടുന്ന് വെക്കരുത്. ഒരാടിന് നടന്ന് സുജൂദ് ചെയ്താൽ ഒരാടിന് നടന്നു പോകാമല്ലേ, അത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെക്കേണ്ടത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊരു മസ്അല, ഇദാ സാലത്തി സുത്ര അസ്നാ അസ്സലാത്ത്, നിസ്കാരത്തിൻ്റെ ഇടയിൽ മറ നീങ്ങിയാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു മസ്അലയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മറ വെച്ചിരിക്കണത് മുമ്പിലിരിക്കണ ആളെയാണ്. നിസ്കാരം ടോങ്ങനെ നിൽക്കറല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഓനെ പോയിട്ട് എന്ത് ചെയ്തിരിക്കണേ, മറാക്കി അതിൽ ഒരു കസാല എടുത്ത് നമ്മൾ വെച്ചുക്കണം. ഇതറിയാതെ ഒരുത്തം പോയിട്ട് എന്ത് ചെയ്തു, ആ കസാല എടുത്തുകൊണ്ടേ. അപ്പോൾ നമ്മളെ മറ നീങ്ങി, നമ്മളിനി എന്ത് ചെയ്യണം? നമുക്ക് 2 രൂപത്തിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ നിൽക്കണ ഇപ്പോൾ 2ാമത്തെ സൊഫിലാണ്, നമുക്ക് 2 സ്റ്റെപ്പ് വെച്ചാൽ 1ാമത്തെ സൊഫിലേക്ക് എത്താം. അങ്ങനെ കുറച്ച് ദൂരമുള്ളെങ്കിൽ നമുക്ക് ആ മുമ്പിലത്തെ സൊഫിലേക്ക് കയറി നിൽക്കാം. ഇനി ഒരാൾ അങ്ങനെ കയറി നിന്നിട്ടില്ലെങ്കിലോ അതും പ്രശ്നമല്ല. അയാൾ അവിടെ നിന്നിട്ട് തന്നെ നിസ്കാരം പൂർത്തിയാക്കിയാൽ അതും പ്രശ്നമല്ല. കാരണം അയാൾ നിസ്കാരം തുടങ്ങുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഓൻ്റെ കാരണത്താൽ നീങ്ങിയതല്ല മറ, അതുകൊണ്ട് ഓനിക്ക് അവിടെ നിന്ന് തന്നെ നിസ്കാരം പൂർത്തിയാക്കാം. ഇനി ഒരാൾക്ക് മുന്നിലേക്ക് കയറി നിൽക്കണം തോന്നുകയാണെങ്കിൽ അയാൾക്ക് കയറി നിൽക്കുകയും ചെയ്യാം. എന്നാൽ 4ാമത്തെ സൊഫിലൊക്കെയാണ്, 1ാം സൊഫിലാണ് നടന്നു പോയാലോ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. റസൂൽ നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് വാതിൽ മുട്ടി, വാതിൽ അടച്ചിട്ടേക്കാണ്. റസൂൽ നടന്നിട്ട് എന്ത് ചെയ്തു, വാതിൽ തുറന്നു കൊടുത്ത് റസൂൽ നമസ്കാരത്തിലേക്ക് തിരിച്ചു വന്നു. സ്വഹീഹായ സംഭവമാണ്. അതുപോലെ വേറെയും ഒരുപാട് സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സുന്നത്തിലും ഫർളിലും 2ലും ചെയ്യാം. കാരണം മാ സബത ഫിൽ ഫർളി സബത ഫി സുന്ന, അല്ലെങ്കിൽ മാ സബത ഫി സുന്ന മാ സബത ഫിൽ ഫർളി സബത ഫി സുന്ന, ഫർളിൽ സ്ഥിരപ്പെട്ടൊരു കാര്യം സുന്നത്തിലും സ്ഥിരപ്പെടും, ഇല്ലാ ബിദലീൽ, തെളിവില്ലാതെ തന്നെ. അപ്പോൾ ഫർളിലൊരു കാര്യം റസൂൽ പറഞ്ഞാൽ സുന്നത്തിൽ എന്ത് ചെയ്യും, അതേപോലെ തന്നെ സ്ഥിരപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ ഫർള് നിസ്കാരത്തിൽ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം, നിർബന്ധമാണ്. എന്നാൽ സുന്നത്തിലോ ഇരുന്ന് നിസ്കരിക്കാം. എന്തുകൊണ്ട്? പ്രത്യേകം റസൂല് ഇളവ് തന്നു. ഫർള് നിസ്കാരത്തിൽ നമ്മൾ ഇബ്രാഹിം സ്വലാത്ത് വരെ ഓതൽ നിർബന്ധമാണ്. അല്ലാഹുമ്മ ഫർലി മഖദ്ദം തുമാഖർതു വേണമെങ്കിൽ ചെല്ലാൻ മതി. ഇബ്രാഹിം സ്വലാത്ത് വരെ നിർബന്ധമാണ്. അപ്പോൾ സുന്നത്തിൽ ഒരാൾക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി വരെ ചെല്ലാൻ പറ്റുമോ? ഇല്ല. ഇബ്രാഹിം സ്വലാത്ത് വരെ ചെല്ലണം. റസൂൽ പ്രത്യേകം പറഞ്ഞതാണോ? അല്ല. ഫർളിൽ പറഞ്ഞു, അത് സുന്നത്തിലും അതേപോലെ തന്നെ സ്ഥിരപ്പെടും. അപ്പോൾ ഫർളിൽ എന്ത് പറഞ്ഞോ അത് പ്രത്യേകം തെളിവ് വന്നിട്ടില്ലെങ്കിൽ സുന്നത്തിലും അതേ സ്ഥിരപ്പെടും. സുന്നത്തിൽ പ്രത്യേകം ഇളവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇളവായിട്ട് നമുക്ക് എന്ത് ചെയ്യും ചെയ്യാം, നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. അല്ലാഹു അലം. അപ്പോൾ മറയുടെ വിഷയം അതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.
ഹുക്കുമുൽ മാറു ബൈന യദൈൽ മുസല്ലി, ഇത് ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. നമസ്കാരക്കാരൻ്റെ അതിൻ്റെ മുമ്പിലൂടെ നടന്നു പോവാം. ഇതിൻ്റെ ഹുക്കും, ഇതിൻ്റെ വിധി എന്താണെന്നാണ്. എന്താണ് അതിൻ്റെ വിധി? ഹറാം. ആ വിധി ഹറാമാണ്. ഹറാമാണ് മാത്രമല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞ കബായിറാണ്, വൻപാപങ്ങളിൽ പെട്ടതാണ്, അത്രയും ഗൗരവമാണ്. അപ്പോൾ നിസ്കരിക്കുന്ന ആളെ മുമ്പ് കൂടി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നടന്നു പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുൽ മാറു മാ ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി, നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടന്നു പോകുന്നതിലുള്ള ശിക്ഷ എന്താണ് എന്നൊരാൾ അറിഞ്ഞിരുന്നെങ്കിൽ ലകാന അയ്യഖിഫ 40, 40, മറ്റൊരു റിപ്പോർട്ടിൽ 40 വർഷം അവൻ നിൽക്കുന്നതാണ് അവന് ഖൈർ, ഉത്തമമായിട്ടുള്ളത്. മിൻ അയ്യമുറ ബൈനദൈ, അതിൻ്റെ മുമ്പ് കൂടെ നടന്നു പോകുന്നതിനേക്കാൾ അവനക്ക് ഉത്തമം 40 വർഷം. അപ്പം നടന്നു പോയാൽ അള്ളാഹ് എനിക്ക് ഈ ശിക്ഷയാണല്ലോ വരാല്ലെന്ന് അറിഞ്ഞാലോ 40 വർഷം അവിടെ നിൽക്കുമായിരുന്നു. അത്രയും ഗൗരവമാണ് നിസ്കാരക്കാരൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാം. മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മറയുടെ മുന്നിലൂടെ നമുക്ക് നടന്നു പോകാം. മറയുടെയും നമസ്കാരക്കാരൻ്റെ ഉള്ളിലൂടെയും നടന്നു പോകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു മൃഗം ഇങ്ങനെ റസൂലിൻ്റെ മറയുടെ മുമ്പ് കൂടെ പോവാം. അപ്പോൾ റസൂൽ എന്ത് ചെയ്ത്? മറയുടെ അടുത്ത് കണ്ട് ചേർന്ന് നിന്നെടുത്തു, എന്നിട്ട് മൃഗത്തിനെ പിന്നെ കൂടെ വിട്ടു. അപ്പം മറയുടെ ഉള്ളിൽ കൂടെ ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വിടാൻ പാടില്ല. റസൂൽ പറഞ്ഞു, ഒരാൾ നമസ്കരിക്കുമ്പോൾ മറയില്ലാതെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ 3 വസ്തുക്കൾ അവൻ്റെ മുന്നിലൂടെ നടന്നു പോയാൽ യഖ്തഉ സ്വലാത്തുൽ മർഇ, ഒരു മനുഷ്യനെ നമസ്കാരം മുറിച്ചു കളയും. ഒന്ന്, ഒരു സ്ത്രീ, പ്രായപൂർത്തിയായ സ്ത്രീ നടന്നു പോയാൽ. രണ്ടാമത്തത് അൽ കൽബുൽ അസ്വദു, കൽബുൽ അസ്വദ് പറഞ്ഞാൽ കറുത്ത നായ. മൂന്നാമത്തെ വൽ ഹിമാറു, കഴുത. ഇത് 3 നടന്നു പോയാൽ, ഏത് കൂടെ മറയില്ലാതെ, ഒരാൾ മറ വെച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ മുമ്പ് കൂടെ 3 നടന്നു പോയാൽ, ഇതിലേതെങ്കിലും നടന്നു പോയാൽ അവൻ്റെ നിസ്കാരം യഖ്തഉ, മുറിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. പുരുഷന്മാരൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ തടയണം, അത് നിർബന്ധം. തടഞ്ഞിട്ട് റസൂൽ പറഞ്ഞത്, ഓന് വിസമ്മതിക്കുകയാണെങ്കിൽ ഓനോട് യുദ്ധം ചെയ്യണമെന്നാണ്. യുദ്ധം ചെയ്യണമെന്നാണ് നിസ്കാരം നിർത്തി പോയിട്ട് വാളെടുത്ത് വെട്ടണമെന്നല്ല. എന്ത് ചെയ്യണം? ശക്തമായിട്ട് എന്ത് ചെയ്യണം? ഓനെ തടഞ്ഞ് നിർത്തണം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ചിലപ്പോൾ ഇപ്പോൾ ഹറമിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മസ്ജിദ് നബവിത്തെ അവിടെയാണെങ്കിലും ഇളവുകളുണ്ട്. കാരണം അവിടെ വലിയ പള്ളിയാണ്. അത് മാത്രമല്ല അവിടെ ഭയങ്കര തിരക്കേകരം. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ തിരിച്ച് പുറത്തേക്ക് പോകണം, പക്ഷേ എല്ലാ സമയത്തും ആൾക്കാർ എന്തിലേക്കരം? നല്ല തിരക്കിലാണ് ആൾക്കാർ നിസ്കരിച്ചുകൊണ്ടേ. നിസ്കാരം കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോഴേക്കിനെ ഇവന് ചിലപ്പോൾ ഇശാ കഴിഞ്ഞിട്ടേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സന്ദർഭത്തിൽ, അഥവാ നല്ല തിരക്കാണ്, ഇവനിക്ക് പോകണമെങ്കിൽ വേറെ വഴികളൊന്നുമില്ല, അങ്ങനത്തെ സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? നമസ്കാരക്കാരൻ്റെ മുന്നിലൂടെ നടന്നു പോകാം. അതുപോലെ ഒരു ഉദാഹരണം, സുലൈമാൻ റുഹി അഫ്ലൊക്കെ പറഞ്ഞൊരു ഉദാഹരണം, ഒരാൾ ഷുഗർ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമില്ല ആളാണ്, അയാൾക്ക് മൂത്രയിക്കാൻ മുട്ടുണ്ട്. ഷുഗർ പേഷ്യൻസിനൊക്കെ ആകുമ്പോൾ നല്ല മുട്ട് പെട്ടെന്ന് പോകേണ്ടി വരും. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അവർക്ക് പോകാൻ അനുവാദമുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ്? അവരെ തടയാൻ പാടില്ല. അപ്പോൾ കുറച്ച് വയസ്സായ ആളൊക്കെ ആണെങ്കിൽ അവരൊരു പക്ഷേ ആ രൂപത്തിലായിരിക്കും. അപ്പോൾ അത്തരക്കാർക്ക് മുന്നിലൂടെ നടന്നു പോകാൻ ഇളവുണ്ട്. അഥവാ നല്ല തിരക്കുള്ള പള്ളിയാണ്, വലിയ പള്ളിയാണ്, നല്ല തിരക്കുണ്ട്, അപ്പോൾ മുന്നിലൂടെ എന്ത് ചെയ്യാം? നടന്നു പോകാം. അല്ലെങ്കിൽ ഈ രൂപത്തിൽ അസുഖമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കും ഒരിളവ് അതിൽ നൽകിയിട്ടുണ്ട്. അല്ലാഹു അഅലം. ഒന്നാമത്തെ ചോദ്യം, ബാത്റൂമിൽ വെച്ച് വുദു എടുക്കുമ്പോൾ തോർത്തുമുണ്ട് മാത്രം എടുത്തുകൊണ്ട് പറ്റുമോ സ്ത്രീകൾക്ക് എന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, വുദുവിൽ എന്ത് ഷർത്തില്ല, പിന്നെ ഔറത്ത് മറക്കാൻ നേരത്ത് വുദുവിൽ ഷർത്തില്ല. ഖുർആൻ ഓതലാകട്ടെ, വുദു ആകട്ടെ, അതിലൊന്നും പിന്നെ അല്ലെങ്കിൽ ബാങ്കിരി ജാവത്തേക്ക് ചില സ്ത്രീകളുടെ ബാങ്ക് കൊടുക്കുമ്പോൾ വേഗം എന്ത് ചെയ്യും? തലയിൽ കൂടെ തട്ടും. അതൊന്നും അതിലൊന്നും ഔറത്ത് മറക്കാനുള്ള നിർബന്ധമല്ല. അതുകൊണ്ട് ഒരാൾ നഗ്നനായിക്കൊണ്ട് വുദു എടുത്താലും അവൻ്റെ വുദു ശരിയാണ്. പക്ഷേ ഉത്തമം എന്താണ്? നമ്മൾ ഔറത്ത് മറച്ചുകൊണ്ട് നല്ല വൃത്തിയായിട്ട് വുദു എടുക്കാനുള്ളതാണ്. എന്നാൽ ഒരാൾ നഗ്നനായിക്കൊണ്ട് വുദു എടുത്താൽ അവൻ്റെ വുദു പ്രശ്നമില്ലതല്ല, സ്വഹീഹാണ്. അല്ലാഹു അഅലം. രണ്ടാമത്തെ, വിക്സ് ബാം പോലോത്തത് തേച്ചുകൊണ്ട് വുദു എടുത്താൽ വുദു ശരിയാകുമോ? അതിൽ നമ്മൾ പറഞ്ഞ വുദുവിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ് വുദുവിൻ്റെ വെള്ളത്തെ തടയുന്നത് വുദുവിൻ്റെ അവയവങ്ങളിൽ ഉണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യാം. എനിക്ക് തോന്നുന്നത് വിക്സ് ബാം എന്നൊക്കെ പറഞ്ഞൊരു എണ്ണമഴുക്കില്ല അല്ലേ? അത് ഈ നമ്മൾ വാസ്ലീൻ പോലത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അത് ഒരു എണ്ണമഴുക്ക് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അത് വെള്ളത്തെ തടയുമെന്ന് എനിക്കറിയില്ല. വെള്ളം ശരീരത്തിലേക്ക് തടയാത്തതാണ് എങ്കിൽ പ്രശ്നമില്ല. എങ്ങനെ? അതെ, അത് ഉപയോഗിച്ച് നമ്മൾക്ക് അതിൻ്റെ ആ എണ്ണമഴുക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എണ്ണൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യൂല, എന്തായാലും വെള്ളം ശരീരത്തിലേക്ക് തട്ടൂല. അപ്പം അങ്ങനത്തെ തട്ടാത്തതാണ് എങ്കിൽ വുദു ശരിയാവില്ല. എന്നാൽ വെള്ളം ഉള്ളിലേക്ക് തട്ടുന്നതാണ് എങ്കിൽ അതുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നവുമില്ല. അല്ലാഹു അഅലം. മൂന്നാമത്തത്,
ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ വുളു എടുക്കുന്നതിൻ്റെ വിധി എന്ത്? നിർബന്ധമാണ്. കാരണം നമ്മൾ നവാക്കിൽ വുളു മുറിയുന്ന സന്ദർഭങ്ങൾ പറഞ്ഞപ്പോൾ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ വുളു മുറിയെന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ അനതവല്ലഉ മിൻ ലുഹൂമിൽ ഗനം, ആടിൻ്റെ മാംസത്തിൽ ഞങ്ങൾ ഒതു എടുക്കണോ അത് കഴിച്ചാൽ? അപ്പോൾ റസൂൽ പറഞ്ഞു, ഇൻഷിഅ്ത, ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒതു എടുത്തോ, അല്ലെങ്കിൽ വേണ്ട. എന്നാൽ അനതവല്ലഉ മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ മാംസത്തിൽ ഞങ്ങൾ ഒതു എടുക്കണോ? നഅം തവല്ലഉ മിൻ ലുഹൂമിൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ മാംസത്തിൽ വുളു എടുക്കണം. അപ്പോൾ ഒട്ടക മാംസം കഴിച്ചാൽ വുളു ബാത്തിലാകും, വുളു എടുക്കൽ നിർബന്ധമാണ്. അല്ലാഹു അഅലം. സ്ത്രീകൾ തല തടവുമ്പോൾ എത്ര വരെയാണ് തടവേണ്ടത്? അപ്പോൾ സ്ത്രീകൾ തല തടവുമ്പോൾ പുരുഷന്മാരെത്രയാണ് തടവേണ്ടത് അത്ര തന്നെയാണ് സ്ത്രീകളും തടവേണ്ടത്. കാരണം കായിദുണ്ട്, മാ സബത്ത ഫി ഹക്കിർ റജുലി സബത്ത ഫി ഹക്കിൻ നിസാഇ ഇല്ലാ ബിദലീലിൻ. പുരുഷന്മാരുടെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടത് എന്താണോ അതന്നെ, പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ലെങ്കിൽ സ്ത്രീകളുടെ വിഷയത്തിലും അത് തന്നെ എന്ത് ചെയ്യും, സ്ഥിരപ്പെടും. ഇപ്പോൾ നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് ഇതുപോലെ സംശയം ഒന്നാണ്, സ്ത്രീകൾ സുജൂദ് ചെയ്യുമ്പോൾ കൈ പരത്തി വെക്കണോ കൂട്ടി വെക്കണോ എന്നുള്ളത്. പുരുഷന്മാർക്ക് എങ്ങനെയാണോ നിസ്കാരം പഠിപ്പിച്ചത് അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്കും പഠിപ്പിച്ചെന്നുള്ളത്. പ്രത്യേകം റസൂൽ പറയാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ പുരുഷന്മാർ എത്ര വരെ പെരടി വരെയാണ് തടവേണ്ടത്, അപ്പോൾ സ്ത്രീകളും പെരടി വരെ തന്നെയാണ് തടവേണ്ടത്. അല്ലാഹു അഅലം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് ബെഡിലടിച്ച് തയമ്മും ചെയ്യാമോ? നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്. പിന്നെ തയമ്മും ചെയ്യുമ്പോൾ എന്ത് വേണം? അതിൽ മണ്ണ് വേണം. ഫതയമ്മു സുഈദൻ ത്വയ്യിബ, ഭൂമിയുടെ ഉപരിതലം എന്തെങ്കിലും ആയിരിക്കണം, മണലോ മണ്ണോ ആ ഇനത്തിൽപ്പെട്ട എന്തെങ്കിലും ആയിരിക്കണം. മണ്ണിൻ്റെ അംശമില്ലാതെ വെറും മണ്ണിലോ ബെഡിലോ അല്ലെങ്കിൽ ചുമരുമോ കടിച്ച് തയമ്മും ചെയ്താൽ തയമ്മും ശരിയാവില്ല. എന്നാൽ ബെഡിൽ മണ്ണിൻ്റെ അംശമുണ്ട് അല്ലെങ്കിൽ ചുമരുമോ മണ്ണിൻ്റെ അംശമുണ്ട്, അതുണ്ടെങ്കിലോ അത് പ്രശ്നമല്ല. ഫ്ലൈറ്റിൽ പോകുമ്പോഴേ തന്നെ മുമ്പത്തെ കസാലയിൽ അയിമ എന്ത് ചെയ്യണം, മണ്ണിൻ്റെ അംശമുണ്ടെങ്കിൽ തയമ്മും ശരിയാണ്, അല്ലെങ്കിൽ തയമ്മും ശരിയാവുന്നതല്ല. അപ്പോൾ പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടത്? ആശുപത്രിയിലൊക്കെ കിടക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ത്വഹാറത്ത് അവിടെ ഇല്ല, തഅസ്സുറാണ്, അയാൾ കാരണക്കാരനാണ്, അയാൾക്ക് പിന്നെ അളവുണ്ട്, അയാൾ എന്ത് ചെയ്താൽ മതി? അയാൾ ത്വഹാറത്തില്ലാതെ നമസ്കരിച്ചാൽ മതി. അല്ലാഹു അഅലം. നിസ്കാരം നിർബന്ധമാണ്, നിസ്കാരം ഒഴിവാക്കാനില്ല. ബോധം ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. അല്ലാഹു അഅലം. അവസാനത്തെ ചോദ്യം, വുളുവിൽ മുട്ട് വരെ കൈകൾ കഴുകുമ്പോൾ കൈപ്പത്തി കഴുകേണ്ടതുണ്ടോ? കൈപ്പത്തി എന്ത് ചെയ്യണം? കഴുകണം കൈപ്പത്തി. അപ്പോൾ അത് ചില ആൾക്കാർക്ക് സംശയം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പിന്നെ ആദ്യം വുളു എടുക്കുമ്പോൾ കൈ കഴുകിയല്ലോ, ഇനിയും അത് ആവർത്തിക്കണമെന്നുള്ളതാണ്. ആ കൈ കഴുകൽ സുന്നത്താണ്, അത് കഴുകിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ മുട്ട് വരെ ഉള്ള കൈ കഴുകൽ എന്താണ്? അത് നിർബന്ധമാണ്. അപ്പോൾ അത് മുട്ട് മുതൽ വിരൽ വരെ കഴുകണം. ഈ വിരലിൻ്റെ അറ്റം മുതൽ മുട്ട് വരെ എല്ലാ ഭാഗവും എന്ത് ചെയ്യണം? അതിൽ നനഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു അഅലം.